അഭിവന്യരായ തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأهلة قل هي مواقيت للناس والحج صدق الله مولانا العظيم. ബഹുമാനികളെ, ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തതിൻ്റെ ആവശ്യകത നാം മുമ്പ് മനസ്സിലാക്കുകയും സ്വാഗത പ്രസംഗത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളുടെ കുറഞ്ഞ വാക്കുകളിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലേക്കും നമുക്ക് സൂചന നൽകുകയുണ്ടായി. ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവും ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി അവറുകളും സംസാരിക്കാനിരിക്കുകയാണ്. അതിൻ്റെ മുമ്പായി ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന നിലക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. മാസപ്പിറവിയുടെ വിശദീകരണമാണല്ലോ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാസം ഉറപ്പിക്കുക ഉറപ്പിക്കാതിരിക്കുക പരിശുദ്ധ ഇസ്ലാം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നാളിതുവരെ ഇവിടെ നടന്നു പോന്ന മുസ്ലിംകളുടെ യഥാർത്ഥമായ പാരമ്പര്യം മാസം ഉറപ്പിക്കുക എന്നത് ഏതൊരു മാസവും അതിൻ്റെ 29ാമത്തെ ദിവസം അസ്തമിക്കുകയും 30ാമത്തെ രാത്രി മാസം നഗ്നമായ കണ്ണുകൊണ്ട് കാണുകയും ചെയ്താൽ മാത്രം അടുത്ത മാസം 1 ഉറപ്പിക്കുക. അല്ലാത്ത പക്ഷം 30 പൂർത്തിയാക്കുക. ഇതാണ് മുസ്ലിം സമുദായം ഇക്കാലം വരെ സ്വീകരിച്ചു പോന്ന മാതൃക. ഈ മാതൃകക്കും പാരമ്പര്യത്തിനും എതിരായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ചില ചുരുങ്ങിയ ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചില സംഘടനകളും അവർ രൂപീകരിച്ചു. വാസ്തവത്തിൽ പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമൊക്കെ
നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസപ്പിറവിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരായത്തിൽ സൂറത്തുൽ ബഖറയുടെ 189 വാക്യത്തിൽ പറയുന്നു, യസ്അലൂനക അനിൽ അഹില്ലത്തി, നബിയെ തങ്ങളോട് അവർ ചോദിക്കും, അനിൽ അഹില്ലത്തി, പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ച്. അൽ അഹില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരലിഫ്ലാമുണ്ട്, അൽ. അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേകമായ പിറവി ചന്ദ്രന്മാരിലേക്കുള്ള സൂചനയാണ്. ഏതാണ് ആ പ്രത്യേകമായ ചന്ദ്രന്മാർ? ഹദീസിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളെ കൊണ്ട് അവർ കണ്ട പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ചാണ് അവർ ചോദിച്ചത്. നബിയെ, ഞങ്ങളുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ കാണുന്നു, ആദ്യമായി ചെറിയ ഒരു വള്ളായി പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രൻ പിറ്റേ ദിവസം അല്പം വലുതാകുന്നു. അങ്ങനെ വലുതായി 10-14 ദിവസം കൊണ്ട് അതൊരു പൂർവ്വചന്ദ്രനായി മാറുന്നു. പിന്നെയും അത് ചെറുതായി വരുന്നു. ഇങ്ങനെയുള്ള ഈ സ്ഥിതിവ്യത്യാസങ്ങളോടുകൂടെ ഞങ്ങൾ ആ കണ്ടുകൊണ്ടിരുന്ന പിറവിചന്ദ്രന്മാരെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ കാരണമെന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹാബത്തിൽപ്പെട്ട ചിലർ ചോദിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ കണ്ട ആ ചന്ദ്രന്മാരെ സംബന്ധിച്ച് അവർ ചോദിക്കും. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്ക് അവരുടെ ആരാധനകളുടെയും മറ്റു പല ഇടപാടുകളുടെയും സമയങ്ങൾ കണക്കാക്കാനുള്ള വസ്തുക്കളാണ് ആ പിറവി ചന്ദ്രന്മാർ. പ്രത്യേകിച്ച് വൽ ഹജ്ജ്, ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട അറഫാ ദിവസത്തിൽ ദുൽഹജ്ജ് 9 അന്ന് അറഫായിൽ ഒരുമിച്ച് കൂടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ ഹജ്ജിനോടനുബന്ധിച്ചു കൊണ്ടുള്ള ടൈമുകൾ, അതിനൊക്കെയുള്ള അവർക്കറിയാനുള്ള വസ്തുക്കളാണത് എന്ന് അല്ലാഹു തആല മറുപടി പറയുകയാണ്. അപ്പൊ കണ്ണുകൊണ്ട് കണ്ട, നഗ്നമായ കണ്ണുകൊണ്ട് കണ്ട പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ചാണ് സഹാബത്ത് ചോദിച്ചത്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹജ്ജിന്റെയും മറ്റ് ഇബാദത്തുകളുടെയും ടൈമുകൾ മനസ്സിലാക്കാനുള്ള ഒന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത്. കാണുക എന്നതിൻ്റെ പ്രാധാന്യം ഈ ആയത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേ പ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, നിങ്ങൾ ചന്ദ്രനെ നിങ്ങൾ കണ്ടാൽ, കണ്ണുകൊണ്ട് കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ അനുഷ്ഠിക്കുക. നേരെ മറിച്ച് ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടപ്പെട്ടു, നിങ്ങൾക്ക് കാണാൻ തടസ്സമുണ്ടായി, എന്നാൽ നിങ്ങൾ കണക്കുകാരോട് ചോദിക്കുവീൻ എന്നല്ല പറഞ്ഞത്. ഫസ്അലു അഹ്ലൽ ഹിസാബ്, കണക്കുകാരോട് ചോദിക്കുക എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്. നേരെ മറിച്ച് ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടപ്പെട്ട് കഴിഞ്ഞാൽ ഫഅക്മിലു ഇദ്ദത ശഅബാന, ശഅബാൻ മാസത്തിന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുക. 30 ദിവസം പൂർത്തിയാക്കുക എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, സൂമു നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, ലിറുയതിഹി മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, റുയത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചിലർ മനസ്സിലാക്കും, കണ്ടാൽ നോമ്പനുഷ്ഠിക്കാനും കണ്ടാൽ പെരുന്നാൾ അനുഷ്ഠിക്കാനും ഈ ഹദീസിൽ പറഞ്ഞെങ്കിലും കണ്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കരുത്, കണ്ടില്ലെങ്കിൽ പെരുന്നാൾ അനുഷ്ഠിക്കരുത്, മറ്റേതെങ്കിലും തെളിവുകൾ അടിസ്ഥാനമാക്കി എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു പക്ഷേ ചിലർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ തസൂമു
ഹത്താ തറവുൽ ഹിലാൽ, മാസപ്പിറവിയെ ദർശിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. 29-ാമത്തെ മാസം 29 പൂർത്തിയായി 30-ാമത്തെ രാത്രിയിൽ മാസപ്പിറവിയെ നിങ്ങൾ ദർശിച്ചിട്ടില്ലെങ്കിൽ, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ, ലാ തസൂമു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു, കാണുന്നത് വരെ നിങ്ങൾ പെരുന്നാൾ അനുഷ്ഠിക്കുകയും ചെയ്യരുത്. ഫഇൻ ഉഗ്മിയ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടപ്പെട്ട് കഴിഞ്ഞാൽ ഫഖ്ദുറൂ ലഹു. എന്താണ് ഫഖ്ദുറൂ ലഹു എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം, ഫഖ്ദുറു എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റൊരു റിവായത്തിൽ, ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. ഫഖ്ദുറൂ ലഹു 30, അതിന് നിങ്ങൾ 30 പൂർത്തിയാക്കുക, 30 ദിവസം നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് വേറെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, മുൻഗാമികളും പിൻഗാമികളുമായ ലോകത്തുള്ള ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഇമാമിങ്ങളും ഫഖ്ദുറൂ ലഹു എന്ന വാക്കിന് അർത്ഥം നൽകിയിരിക്കുന്നത് അതിനെ നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്നാണ്. ഇതാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേറെയും ധാരാളം റിവായത്തുകളുണ്ട്. ആയതുകൊണ്ട് മുസ്ലിം സമുദായം അംഗീകരിച്ചു പോന്നത് ഏതൊരു മാസവും, റമളാനാണെങ്കിലും ശവ്വാലാണെങ്കിലും ഏതൊരു അറബി മാസമാണെങ്കിലും, അറബി മാസം ചന്ദ്രമാസം 29-ഓ 30-ഓ 31 ഉണ്ടാവില്ല. 29-ഓ 30-ഓ അഷ്ഹറു ഹാക്കദാ വഹാക്കദാ വഹാക്കദാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹറു ഹാക്കദാ വഹാക്കദാ വഹാക്കദാ. 3-ാമത്തെ പ്രാവശ്യം ഒരു വിരല് ഇങ്ങനെ മടക്കി പിടിച്ചു. 10-ഉം 10-ഉം 9-ഉം 29. പിന്നീട് പറഞ്ഞു അഷ്ഹറു ഹാക്കദാ വഹാക്കദാ വഹാക്കദാ. 10-ഉം 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 30. അങ്ങനെ 29-ഉം 30-ഉം ആയിക്കൊണ്ട് മാത്രമേ ചന്ദ്രമാസം ഉണ്ടാവുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അറബി മാസം ഉറപ്പിക്കാനുള്ള 2 മാർഗങ്ങളാണ്. ഒന്ന് കാണുക, 30-ാമത്തെ രാത്രിയിൽ കാണുക, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഫുഖഹാവും വിവരിച്ചിരിക്കുന്നത്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാകുന്ന മിൻഹാജു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, യജിബു സൗമു റമളാന ബി ഇക്മാലി ശഅബാന 30 ഔ റുയത്തിൽ ഹിലാൽ. റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നത് 2 മാർഗത്തിലൂടെയാണ്. ഒന്ന്, ശഅബാൻ മാസത്തെ 30 പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ മാസപ്പിറവി ദർശിക്കുക. ഇവിടെ നിഹായത്തുൽ മുഹ്താജ് എന്ന മിൻഹാജിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ നിഹായത്തുൽ മുഹ്താജിൽ പറയുന്നു, വഫുഹിമ മിൻ കലാമിഹി അദ്മു വുജൂബിഹി ബിഖൗലിൽ മുനജ്ജിമി. ജ്യോത്സ്യന്മാരുടെ വാക്ക് പിടിച്ച് ആ ജ്യോത്സ്യന്മാരുടെ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ടുള്ള കണക്ക്, ആ കണക്കനുസരിച്ചുകൊണ്ട് ശഅബാൻ 30-ാമത്തെ രാത്രിയിൽ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ നക്ഷത്രം നോക്കി കണക്ക് പറയുന്നവരുടെ കണക്ക് നോക്കി നോമ്പ് നിർബന്ധമാക്കാൻ സാധ്യമല്ല. ബല്ലാ യജൂസു, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കൽ അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. അതേ പ്രകാരം തന്നെ തുഹ്ഫത്തുൽ മുഹ്താജിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, മിൻഹാജിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ, ലാ ഖൗലി മുനജ്ജിമിൻ വഹുവ മൻ യഅ്തമിദുൻ നജ്മ. ജ്യോത്സ്യന്റെ വാക്ക് പിടിച്ച് മാസം ഉറപ്പിക്കാനോ നോമ്പും പെരുന്നാളും അനുഷ്ഠിക്കാനോ പാടില്ല. ആരാണ് മുനജ്ജിം എന്ന് പറയുന്നത്? വഹുവ മൻ യഅ്തമിദുൻ നജ്മ,
നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ചന്ദ്രമാസപ്പിറവി ഉണ്ടാകുമെന്ന് ഉള്ള കണക്കുകളുണ്ട്. അവനാണ് മുനജ്ജിം എന്ന് പറയുന്നത്. അവന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നോമ്പുറപ്പിക്കാൻ പാടില്ല. വഹാസിബിൻ, കണക്ക് കൂട്ടി പറയുന്നവൻ. വഹുവ മൻ യഅ്തമിദു മനാസിലൽ ഖമരി വ തഖ്ദീറ സൈരിഹി, ചന്ദ്രഗോളത്തിന്റെ നടത്തങ്ങൾ കണക്ക് കൂട്ടി പറയുന്നവനാണ് ഹാസിബ്. അവന്റെ വാക്ക് പിടിച്ചും നോമ്പ് ഉറപ്പിക്കാൻ പാടില്ല. വലാ യജൂസു ലി അഹദിൻ തഖ്ലീദുഹുമാ, ഈ രണ്ട് വിഭാഗത്തെ അനുകരിച്ചുകൊണ്ട് നോമ്പുറപ്പിക്കാൻ പാടില്ല, അനുവദനീയമല്ല എന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അതേപ്രകാരം തന്നെ നിഹായത്തുൽ മുഹ്താജിൽ മഹാനായ ഇമാം റംലി തങ്ങൾ വീണ്ടും പറയുന്നു, വശമില കലാമുൽ മുസന്നിഫി, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ മിൻഹാജിന്റെ ഉദ്ധരണി അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതായത് സുബൂത്തുഹു ബിശ്ശഹാദ, മാസം കണ്ടതായി വിശ്വാസയോഗ്യമായ ആളുകൾ, സാക്ഷി നിൽക്കാൻ പറ്റുന്ന ആളുകൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ മാസം സ്ഥിരപ്പെടും എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ പറഞ്ഞത് അത് ഉൾക്കൊള്ളിച്ചു. മാലൂദല്ലൽ ഹിസാബ്, മാലൂദല്ലൽ ഹിസാബു അലാ അദമി ഇംകാനി റുയത്തി, കണക്ക് കൂട്ടി പറയുന്നവരുടെ കണക്ക് അറിയിച്ചു. അലാ അദമി ഇംകാനി റുയത്തി, മാസപ്പിറവി കാണാൻ സാധ്യമല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തന്നെ ചന്ദ്രഗോളം അസ്തമിച്ചു പോവും, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ചന്ദ്രഗോളം അസ്തമിച്ചു പോവും, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചന്ദ്രഗോളം അസ്തമിച്ചു പോവും. വളരെ കുറഞ്ഞ സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു നേരിയ കാണാനുള്ള സാധ്യത പോലും ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാസപ്പിറവി എന്ന് പറയുന്നത് സൂര്യന്റെയും സൗരയൂഥത്തിൽ ഭൂമിയുടെ ചുറ്റുഭാഗത്ത് 29 ഏകദേശം 29 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രഗോളം, ആ ചന്ദ്രഗോളം സൂര്യനുമായിട്ട് സ്വയം പ്രകാശിക്കുന്ന, സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്ന ഒരു ഗോളമാണ് ചന്ദ്രൻ. ആ ചന്ദ്രന്റെ സൂര്യനുമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം പ്രകാശിക്കുകയും എതിർഭാഗം പ്രകാശിക്കാതെ ഇരിക്കുകയും ചെയ്യും. ആ പ്രകാശിക്കുന്ന ഭാഗം, അതിൻ്റെ ഒരു ചെറിയ ഭാഗം വളരെ ഭൂമിയിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗോളമാണ് ചന്ദ്രഗോളം എന്ന് പറയുന്നത്. 2-3 ലക്ഷം കിലോമീറ്റർ, 3 ലക്ഷം കിലോമീറ്ററുകളാണ് ഇവിടെ ചന്ദ്രഗോളത്തിലേക്കുള്ളത്. അതേ സ്ഥാനത്ത് 15 കോടി കിലോമീറ്ററിന് അപ്പുറമാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രഗോളം വരുമ്പോൾ ഭൂമിയുടെ എതിർഭാഗത്താണ് അതിന്റെ പ്രകാശം. ഭൂമിയുടെ ഭാഗം പ്രകാശിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾക്ക് കാണാൻ കഴിയൂല. പിന്നീട് സൂര്യനിൽ നിന്ന് അല്പം അത് അകലുമ്പോൾ അതിൻ്റെ ആ പ്രകാശിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു തെല്ല് നമ്മളുടെ കണ്ണിൻ്റെ രശ്മികൾ പോകുന്ന ആ ഭാഗത്തേക്ക് ആവുകയും അപ്പോൾ ചെറിയൊരു ഭാഗം കാണാൻ സാധിക്കുകയും, അതാണല്ലോ മാസപ്പിറവി ആദ്യമായി ദർശിക്കുന്നത്. അങ്ങനെ കാണണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. കാണാൻ മാത്രം ആ പ്രകാശം നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടാവണം. അതോടുകൂടെ സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം ആ സൂര്യന്റെ ആ പ്രകാശം മങ്ങണം. സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ നക്ഷത്രങ്ങളോ ചന്ദ്രഗോളോ ഒന്നും കാണാൻ സാധിക്കൂല, ചന്ദ്രക്കല കാണാൻ സാധിക്കൂല. പിന്നെ മറ്റു നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഭൂമധ്യരേഖയിലേക്ക് അടുക്കുന്നതിനനുസരിച്ചും അകലുത്തുന്നതിനനുസരിച്ചും വ്യത്യാസം വരും. ഭൂമധ്യരേഖയിലേക്ക് അടുക്കും തോറും ചക്രവാളത്തിന് ചെരിവ് കുറയും. ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും ചക്രവാളത്തിന് ചെരിവ് കൂടും. ചെരിവ് കൂടുന്തോറും പ്രകാശം മങ്ങാൻ സമയം പിടിക്കും. മധ്യരേഖയിലേക്ക് അടുക്കും തോറും പ്രകാശം മങ്ങാൻ അത്ര സമയം പിടിക്കാത്തത് കൊണ്ടിട്ട് കുറച്ച് സമയം കുറഞ്ഞു കിട്ടും, വേഗത്തിൽ ചന്ദ്രൻ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഒക്കാത്ത വിധത്തിൽ സൂര്യൻ അസ്തമിച്ചതിൻ്റെ വളരെ താമസം കൂടാതെ വളരെ പെട്ടെന്ന് ചന്ദ്രഗോളം അസ്തമിക്കുകയാണെങ്കിൽ കാണാൻ സാധ്യമല്ല. എന്താ പറഞ്ഞത്? 3 രൂപം. സൂര്യന്റെ മുമ്പ് ചന്ദ്രഗോളം അസ്തമിച്ചു എന്നാ കണക്ക് പറയുന്നത്, അല്ലെങ്കിൽ കൂടെ അസ്തമിക്കുന്ന പറയുന്നത്.
അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച് താമസമില്ലാതെ അസ്തമിക്കുന്ന പറയുന്ന ഈ 3 രൂപത്തിലും കാണാനുള്ള സാധ്യതയില്ല എന്ന് കണക്ക് കൂട്ടി പറയുന്നവരുടെ കണക്ക് അറിയിച്ചാലും വിശ്വാസയോഗ്യമായ ഒരാൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ മാസം ഉറപ്പിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മിൻഹാജിന്റെ ഉദ്ധരണിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് നിഹായത്തുൽ മുഹ്താജിൽ പറയുന്നത്. എത്രത്തോളം വല്ലമ്മ ഇലാ ദാലിക അന്നൽ ഖമറ ലൗ ഗാബ ലൈലത്ത സാലിസി അലാ മുഖ്തളാത്തിൽ കറുയത്തി, ആ മാസം ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 3-ാമത്തെ രാവ് ഓരോ ദിവസവും ഏകദേശം 1/4 മണിക്കൂർ വീതം, ഏകദേശം 1/4 മണിക്കൂർ വീതം സൂര്യനിൽ നിന്നും ചന്ദ്രഗോളം അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3-ാമത്തെ രാത്രിയിൽ സാധാരണഗതിയിൽ നമ്മളെ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ചില മണിക്കൂർ കൊണ്ടിട്ട് ഇഷയാവുമല്ലോ മഗ്‌രിബിന്റെ ശേഷം. അപ്പൊ 3-ാമത്തെ രാത്രി ആവുമ്പോ 3/4 1:30 പിന്നെ ആദ്യത്തെ രാത്രിയിലും കൂടിയായി ഏകദേശം 2 മണിക്കൂർ. ആ 2 മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷമേ സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം ചന്ദ്രഗോളം അസ്തമിക്കാൻ പാടുള്ളൂ. പക്ഷേ പ്രാവശ്യം മാസം ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 3-ാമത്തെ രാത്രിയിൽ ഇഷാന്റെ ടൈം ആകുന്നതിന്റെ മുമ്പ് തന്നെ ചന്ദ്രഗോളം അസ്തമിക്കുന്നത് കണ്ടു. അപ്പൊ ഒരിക്കലും ഇപ്രാവശ്യം മാസം ഉറപ്പിച്ചത് കണക്കിനോട് യോജിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാവുകയാണ്. എന്നാൽ പോലും ആ മാസം ഉറപ്പിച്ചത് അംഗീകരിക്കേണ്ടതാണ് എന്നാണ് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്. അതേ പ്രകാരം തന്നെ മിൻഹാജിന്റെ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമായ മുഗ്നിൽ മുഹ്താജ്, ഖതീബ് ഷർബീനിയുടെ മുഗ്നിൽ മുഹ്താജിൽ പറയുന്നു, ലൗ ഷഹിദ ബിറുയത്തിൽ ഹിലാലി വാഹിദുൻ ഔ ഇസ്നാനി, 1-2 ആളുകൾ മാസപ്പിറവി ദർശിച്ചു എന്ന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ വഖ്തൽ ഹിസാബു, കണക്കാണെങ്കിൽ അദമ ഇംകാനി റുയത്തിഹി, കാണാൻ നിവൃത്തിയില്ല, സാധ്യമല്ല എന്നാണ് കണക്ക് കൊണ്ട് മനസ്സിലാകുന്നത്. കണക്കന്മാരുടെ കണക്ക് കൂട്ടൽ കൊണ്ട് മനസ്സിലാകുന്നത് കാണാൻ നിർവാഹമില്ല എന്നാണ്, സാധ്യമല്ല എന്നാണ്. ആ സാഹചര്യത്തിൽ 1-2 ആളുകൾ, റമളാൻ മാസമാണെങ്കിൽ 1 ആൾ മതിയല്ലോ, ശവ്വാൽ മാസമാണെങ്കിൽ 2 ആൾ വേണമല്ലോ, മറ്റു മാസങ്ങൾക്കൊക്കെ സാക്ഷി നിൽക്കുകയാണെങ്കിൽ കാല സുബുക്കിയു, ഇതാ അവർ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്താണ്. കണക്കിന്റെ ആളുകൾ കാല സുബുക്കിയു, സുബുക്കി തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു ഹാദിഹി ഷഹാദ, ഈ ഷഹാദയെ സ്വീകരിക്കപ്പെടുകയില്ല, ലിഅന്നൽ ഹിസാബ ഖത്ഇയ്യുൻ, കാരണം കണക്ക് ഖണ്ഡിതമായിട്ടുള്ള ഒന്നാണ്. ഷഹാദത്തു ദന്നിയത്താണ്, അനുമാനമാണ്. വല്ലന്നു ലാ യുആരിദുൽ ഖത്ഇയ്യ, അനുമാനം എന്ന് പറയുന്നത് അത് ഖണ്ഡിതമായ തെളിവിനെ എതിർക്കാൻ അതിന് കഴിയുകയില്ല. വഅതാല ഫീ റദ്ദി ഹാദിഹി ഷഹാദ, ഇത് ഇമാം സുബുക്കി തങ്ങളുടെ ഒരഭിപ്രായം ഉണ്ട്, അത് ശരിയാ. പക്ഷേ മഹാനായ ഇവിടെ ഒരു നോട്ടീസ് ഇറങ്ങിയിരുന്നു, ഒരു നോട്ടീസ് കണ്ടു, അതിൽ മുഗ്നിയുടെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നിർത്തി. മഹാനായ മുഗ്നിയിൽ മഹാനവറുകൾ പറഞ്ഞ് ഇതുവരെയുള്ള ഉദ്ധരണി കൊടുത്തു, പക്ഷെ അതിന്റെ ശേഷമുള്ള ഇബാറത്ത് കൊടുത്തില്ല. വൽ മുഅ്തമദു ഖബൂലുഹാ, മുഗ്നിയിൽ പറയുന്നു വൽ മുഅ്തമദു ഖബൂലുഹാ, ഇത് ബലഹീനമായ അഭിപ്രായമാണ്. ഗവേഷണ കാലഘട്ടങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. പല വിഷയങ്ങളിലും ഗവേഷണ കാലഘട്ടങ്ങളിൽ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലും അതിന്റെ ശേഷവുമുള്ള മഹാന്മാരായ ഇമാമുകളും പണ്ഡിതന്മാരും ആ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുകയും അതിന്റെ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അത് ബലഹീനമാണോ ബലപ്പെട്ടതാണോ എന്ന് അവർ പരിശോധിക്കും. അങ്ങനെ അത് ബലഹീനമാണെങ്കിൽ അത് ലഈഫാണ്, ബലഹീനമാണെന്ന് അവർ പറയും. അല്ലെങ്കിൽ അത് പ്രബലമായതാണ്, മുഅ്തമദാണെന്ന് അവർ പറയും. ഈ അഭിപ്രായത്തിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുന്നത് അത് ബലഹീനമാണ്, അത് ബലഹീനമാണ്. പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ആ അഭിപ്രായം ബലഹീനമാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് പൊതുവായി അത് സ്വീകരിക്കാൻ പറ്റൂല. മുസ്ലിം സമുദായം പൊതുവായി സ്വീകരിക്കേണ്ടത് ആ ഷഹാദ,
കണക്കുകൊണ്ട് കാണാൻ സാധ്യമല്ല എന്ന് വന്നാലും കണ്ടു എന്ന് സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടതാണ് ബലപ്പെട്ട അഭിപ്രായം എന്ന് മുഗ്നിൽ മുഹ്താജിൽ പറയുകയാണ്. അതേ പ്രകാരം തന്നെ മുഗ്നിയിൽ ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബിൽ പറയുന്നു, ഇബാറത്തുൽ ബിഗ്യ 110, നഅം മിൻ ആറദൽ ഹിസാബു അർറുയത, കാണലും കണക്കും തമ്മിൽ എതിരായി കഴിഞ്ഞാൽ ഫൽ അമലു അലൈഹ, മുസ്ലിം ലോകത്തിന്റെ അമൽ ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, ലാ അലൈഹി കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല, അലാ കുല്ലി ഖൗലിൻ ബിഗ്യയിൽ പറയുകയാണ്. എന്നാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം സുബ്കി തങ്ങളുടെ ഉദ്ധരണികൾ ശരിക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിഅന്നൽ ഹിസാബ ഖത്ഇയ്യുൻ എന്നാണ് പറഞ്ഞത്. ലിഅന്നൽ ഹിസാബ ഖത്ഇയ്യുൻ, അപ്പൊ ഖണ്ഡിതമായ ഒരു കണക്കിനെ സംബന്ധിച്ചാണ് മഹാനായ ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ഖണ്ഡിതമായ കണക്ക്, ഖത്ഇയായ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാക്കാൻ മിൻഹാജിന്റെ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമായ തുഹഫത്തുൽ മുഹ്താജ് നോക്കിയാൽ മനസ്സിലാവും. വല്ലദീ യത്തജിഹു മിൻഹു, കണക്കും കാണലും തമ്മിൽ എതിരാകുന്ന സാഹചര്യത്തിൽ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് വല്ലദീ യത്തജിഹു മിൻഹു, ഏറ്റവും ന്യായമുடைய അഭിപ്രായം, അന്നൽ ഹിസാബ കണക്ക്, ഇനിത്തഫഖ അഹ്ലുഹു, നല്ലപോലെ ശ്രദ്ധിക്കണം, ഇനിത്തഫഖ അഹ്ലുഹു, ആ കണക്കിന്റെ ആളുകൾ ഏകോപിച്ചു, അലാ അന്ന മുഖദ്ദിമാതിഹി ഖത്ഇയ്യത്തുൻ, ഒരു കണക്ക് കൂട്ടി ചന്ദ്രഗോളത്തിനെ സംബന്ധിച്ച് അതിന്റെ പിറവിയെ സംബന്ധിച്ച് കണക്ക് കൂട്ടി പറയുന്ന ആളുകൾ അതിൻ്റെ തെളിവുകളായിക്കൊണ്ട് എന്തെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ കണക്ക് കൂട്ടിയിട്ടുള്ളതെങ്കിൽ ആ തെളിവുകളെല്ലാം ഓരോ തെളിവുകളും ഖണ്ഡിതമാണ് എന്ന് അവര് ഏകോപിക്കണം. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, വകാനൽ മുഖ്ബിറൂന മിൻഹും ബിദാലിക, ഞങ്ങൾ കണക്ക് കൂട്ടിയത് എന്തെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ആ തെളിവുകളെല്ലാം ഖണ്ഡിതമായിരുന്നു, സംശയാതീതമായിരുന്നു, സംശയത്തിന് ഒരു അവകാശവുമില്ലാതെ 100% അത് ഖണ്ഡിതമായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണം അതത് തവാത്തുരി, തവാത്തുറിന്റെ എണ്ണാവണമെന്ന്. തവാത്തുർ എന്ന് പറയുന്നൊരു സാങ്കേതിക പദ, മുത്തവാത്തിർ എന്ന് പറയുന്നത് അതെന്താന്ന് പറയാ. അപ്പൊ ഈ രണ്ട് നിബന്ധന, കണക്കിന്റെ ആളുകൾ ഏകോപിക്കുകയും അത് തവാത്തുറിന്റെ എണ്ണമാവുകയും ചെയ്യണം. എന്നാൽ റുദ്ദത്തി ഷഹാദ, അവിടെ ആ സാക്ഷികളെ സ്വീകരിക്കാൻ കാലിക്ക് പ്രയാസം വരും എന്നേ ഉള്ളൂ. വഇല്ല ഫല, അല്ലാത്ത സാഹചര്യത്തിലെല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാസപ്പിറവി ഉറപ്പിക്കേണ്ടത്. അപ്പൊ തവാത്തുറിന്റെ അതത് വേണം, എണ്ണം വേണം എന്ന് പറഞ്ഞാൽ എന്താ തവാത്തുർ? വത്തവാത്തുറു മാ അഖ്ബറ ബിഹി ജമ്മുൻ യംതനിഉ തവാത്തുഹും അലൽ കദിബി അൻ അംദിൻ മഹ്സൂസിൻ. കണ്ടോ, കളവ് പറയാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത അത്രയും ആളുകൾ ഒരു സംഭവത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അത്രയും ആളുകൾ റിപ്പോർട്ട് ചെയ്താൽ അത് കളവാവുകയില്ല എന്ന് എല്ലാവർക്കും 100% ഉറപ്പാകും. അത്രയും വലിയ ഒരു കൂട്ടം ആളുകൾ അത് പറയുന്ന വിഷയം അന്നംദി മഹ്സൂസിൻ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാവും വേണം. കണ്ടറിവ്, തൊട്ടറിവ്, രുചിച്ചറിവ്, മണുത്തറിവ്, കേട്ടറിവ്, ഇതാ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ 5 അറിവുകളെ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് കളവ് പറയാൻ സാധ്യമല്ലാത്ത ഒരു സംഘം ആളുകൾ പറയുന്നതിനാണ് മുത്തവാത്തിർ, തവാത്തുർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ലോകത്തുണ്ടാവണം. ഇതിന്റെ എല്ലാ തെളിവുകളും മഹ്സൂസാവണം. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് ആയിട്ടില്ല, ലോകത്തായിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഈ കണക്കിന്റെ ആളുകൾ ഇത്തിഫാക്കാകുക, യോജിക്കുക എന്നുള്ളത് ഒരിക്കലുമില്ല. അതിന്റെ മുഖദ്ദിമാത്തുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂര്യാസ്തമനത്തിന്റെയും
ചന്ദ്രാസ്തമനത്തിൻ്റെയും ഇടയിൽ എത്ര മിനിറ്റ് വ്യത്യാസമുണ്ടായെങ്കിലാണ് ചന്ദ്രദർശനത്തിന് സാധ്യമാവുക എന്ന കണക്ക് ഇന്ന് വരെ ലോകത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കൃത്യമായ കണക്ക് പറയാൻ സാധിച്ചിട്ടില്ല. നമ്മളുടെ പഴയ തശ്ശീല ഫലാഖ് ചഹുബീനിലൊക്കെ കരീബൻ നിസ്രി അശറ ദറജ എന്ന് പറയുന്ന ഏകദേശം 12 ഡിഗ്രി 48 ദറജ 48 മിനിറ്റ് ആ പേർഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ രചിച്ച ഗ്രന്ഥങ്ങളാണത്. നമ്മളെ ഈ കേരളയുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 11 ഡിഗ്രി വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ രാജ്യങ്ങളൊക്കെ എത്രയോ കൂടുതൽ, ഡൽഹി തന്നെ 28 ഡിഗ്രിയാണ്. അതിനേക്കാൾ എത്രയോ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പേർഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ രചിച്ച ഷറഹുൽ ചഹുമീനി പോലത്തെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കണക്കാണത്. ഭൂമധ്യരേഖയിലേക്ക് അടുക്കും തോറും അത് കുറഞ്ഞു വരും, കുറേശ്ശെ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വന്ന് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, സൂര്യാസ്തമനത്തിന്റെയും ചന്ദ്രാസ്തമനത്തിന്റെയും ഇടയിൽ ഇത്ര മിനിറ്റ് വ്യത്യാസമുണ്ടായെങ്കിലാണ് കാണാനുള്ള ശരിയായ സാധ്യത. നേരിയ സാധ്യത അല്ലെങ്കിൽ നിറഞ്ഞ സാധ്യത, ഏത് സാധ്യതയായിരുന്നാലും ആ സാധ്യതക്കുള്ള സൂര്യാസ്തമനത്തിന്റെയും ചന്ദ്രാസ്തമനത്തിന്റെയും ഇടയിലുള്ള മിനിറ്റുകൾ ഇത്രയാണെന്ന് ഒരു യോജിപ്പിലെത്താൻ ഗോളശാസ്ത്രജ്ഞന്മാർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ ഇത്തിഫാഖുണ്ടെന്ന് പറയുന്നത്? അപ്പൊ ഒരിക്കലും ഇമാം സുബുക്കി തങ്ങൾ ആ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അത് ബലഹീനമാണെന്നതിന്റെ പുറമെ അതൊരിക്കലും ഇന്ന് അത് പ്രാവർത്തികമാക്കാൻ സാധ്യവുമല്ല. ഇവിടെ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ 2 വിഷയമുണ്ട്. അതായത് മാസം സൂര്യാസ്തമനത്തിന്റെ ശേഷം മാസപ്പിറവിയെ ദർശിക്കുവാനുള്ള ചെറിയ സാധ്യതയോ വലിയ സാധ്യതയോ ഉള്ള സമയത്ത് മാസപ്പിറവി കാണാതിരുന്നാൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ പറ്റുമോ? അത് പറ്റൂല എന്നുള്ളത് സുബ്കി ഇമാം തന്നെ വളരെ ഖണ്ഡിതമായി പറഞ്ഞതാ. പിന്നെ മറ്റൊരു ഭാഗം, കണക്ക് പ്രകാരം കാണാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ കണ്ടു എന്ന് വിശ്വാസയോഗ്യമായ ആളുകൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുമോ എന്നാ മറ്റൊന്ന്. അവിടെയാണ് സുബ്കി ഇമാം പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞത് തന്നെ ഈ കാലഘട്ടത്തിൽ ബാധകമല്ല എന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അത് ബലഹീനമാണെന്നാണ് മഹാനായ ഖതീബ് തങ്ങൾ മുഗ്നിയിൽ പറഞ്ഞത്. പിന്നെ കല്ലൂബിന്റെ ഒരു ഇബാറത്ത് എടുത്തു വെക്കും. കല്ലൂബിന്റെ ഇബാറത്ത്, കല്ലൂബിയും ഈ ഇബാറത്ത് സുബ്കി ഇമാമിന്റെ അഭിപ്രായം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ശറഹുൽ മൻഹജിൽ പറയുന്നത്, കല്ലൂബില്ല പറഞ്ഞതിനെ സംബന്ധിച്ച് ശറഹുൽ മൻഹജിൽ പറയുന്നത്, ഖിലാഫൻ ലിമാ നഖലഹു ഖൽ അൽ ഖതീബ് അൻഹു ഫഇന്നഹു ദഈഫുൻ. കല്ലൂബില്ല പറഞ്ഞത് ഈ ഇബാറത്തുകളൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് വിവരിക്കുകയാണ്. ഫഇന്നഹു ദഈഫുൻ, അത് ബലഹീനമാണ്, അത് മുസ്ലിമീങ്ങൾക്ക് പൊതുവിൽ അംഗീകരിക്കാൻ പാടില്ലാത്ത ബലഹീനമായ അഭിപ്രായമാണെന്നാണ് പറയുന്നത്. ബഹുമാനികളെ, ആയതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫിഖ്ഹ് ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ, കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കാനോ ഉറപ്പിക്കാതിരിക്കാനോ പാടുള്ളതല്ല. അത് മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യവുമല്ല. പിന്നീട് ആരാണ് ഇവിടെ ഈ പാരമ്പര്യം കൊണ്ടുവന്നത്? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ പറയുന്നു, വഹക്കൽ മാവറദിയു അൻ ബഅദ് ശിയഅതി അന്നഹും അസ്ഖതു ഹുക്മൽ ലഹില്ല വഅതമദുൽ അദദ്. ഈ ചില ഷിയാ വിഭാഗമാണ് മാസപ്പിറവിയെ കണ്ടതിൻ്റെയോ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കുക എന്നതിനെ അവർ പറ്റേ ഉപേക്ഷിച്ചു. അവർ കണക്കിനെയാണ് അവർ പരിഗണിച്ചത്. ഇത് ചില ഷിയാക്കളുടെ നിലപാടാണ്. ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു, വഖദ് ദഹബ ഖൗമുൻ ഇല റുജൂഇ ഇലാ അഹ്ലി തസ്യീർ ഫീ ദാലിക വഹും റവാഫിദ്. ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കുന്നത് റാഫിദിയാക്കളാണ്. അതും ഷിയാ വിഭാഗം തന്നെ. ഈ പിഴച്ച വിഭാഗങ്ങളുടെ മാർഗമാണ് ഇത്. പിന്നെ ചില സംശയങ്ങൾ, 1-2 സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ് നിർത്തുകയാണ്, സമയം വളരെ കുറവാണ്. എന്നാലും മനസ്സിന് വല്ലാത്തൊരു വിഷമം. ചില ആളുകൾ പറയാം, കണക്ക് കൊണ്ട്
മാസം കാണുകയില്ല എന്ന് ബോധ്യമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രഗോളം അസ്തമിച്ചു എന്ന് കണക്ക് പറയുമ്പോൾ പിന്നെ ഈ കണ്ടു എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ അതടിസ്ഥാനത്തിൽ എങ്ങനെ മാസം ഉറപ്പിക്കാം? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. ബഹുമാനികളെ, ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ചന്ദ്രഗോളം അസ്തമിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൂടെ അസ്തമിക്കും, അല്ലെങ്കിൽ കാണാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ശേഷം അസ്തമിക്കുമെന്ന് പറയുന്ന ഈ കണക്കിൽ പലപ്പോഴും തെറ്റ് സംഭവിക്കാറുണ്ട്. സംഭവിച്ചതായി പലപ്പോഴും നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി വാദത്തിന് വേണ്ടി കണക്കിൽ പിഴവില്ല എന്ന് തന്നെ പറയുക. എന്നാൽ ഒരു പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ചന്ദ്രഗോളം അസ്തമിച്ചു എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിക്കുക. എന്നാൽ തന്നെ കണ്ടുകൂടാ എന്നെന്താ? ഇന്ന് യുദ്ധരംഗത്ത് പല രശ്മികളും പല ഉപകരണങ്ങളും ഉപയോഗിച്ച് ഒരു കുന്നിന്റെ അപ്പുറത്തുള്ള, എന്തിനാ അതൊക്കെ പറയുന്നത്? നമ്മൾ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന സംഗതികൾ ഇന്ന് നമ്മളുടെ മുമ്പിൽ നമ്മൾ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏത് സമയത്തും സൂര്യന്റെ പ്രകാശം കൊണ്ട് ചന്ദ്രഗോളത്തിന്റെ പകുതിയിലധികം ഭാഗം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ ഒരു ഭാഗം ഈ നോക്കുന്നവന്റെ രശ്മികളിലൂടെ സൂര്യന്റെ മറുഭാഗത്തുള്ള ചന്ദ്രഗോളമാണെങ്കിലും അത് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണല്ലോ. അപ്പൊ അവനിക്ക് തോന്നുകയാണ് ചന്ദ്രഗോളം കാണുകയാണെന്ന്. അങ്ങനെ സാക്ഷി നിൽക്കുകയാണ്. അത് കളവാണെന്ന് പറയാൻ പറ്റൂ? ഒന്ന്. മറ്റൊന്ന്, ചരിത്രത്തിൽ ചില മഹാന്മാരായ നബിമാരുടെയും മറ്റും മുഅ്ജിസത്തായി ഇക്റാമത്തായി സൂര്യന്റെ നടത്തത്തിൽ വ്യത്യാസമുണ്ടായിട്ട് ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷേ ഈ മാസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് കണക്ക് പ്രകാരം ചന്ദ്രഗോളം അസ്തമിക്കാമായിരുന്നുവെങ്കിലും ഇപ്രാവശ്യം ഒരുപക്ഷേ കുറച്ച് സമയം ചന്ദ്രഗോളം നിശ്ചലമാവുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? ഇനി അതൊന്നും ഇല്ല എന്ന് തന്നെ വെക്കുക. എന്നാലും കളവ് പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. പിഴവ് സംഭവിക്കാം. മഹാനായ അൻസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മാസപ്പിറവി കാണുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നൊരു പുരിക, അങ്ങനെ നിരച്ചൊരു പുരിക ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്, ഒരു മുടി. ഒരാൾ അതിങ്ങനെ പൊക്കി പിടിച്ച് ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിങ്ങനെ പ്രകാശിച്ച് കണ്ടതാ. അപ്പൊ കളവ് പറഞ്ഞതല്ല. അപ്പൊ ഒരു വിശ്വാസയോഗ്യമായ ഒരാള് 30, നല്ല പോലെ ശ്രദ്ധിക്കണം, ഒരു വിശ്വാസയോഗ്യമായ സാക്ഷി നിൽക്കാൻ പറ്റുന്ന ഒരാള് 30ാമത്തെ രാത്രി 29 അന്ന് സൂര്യൻ അസ്തമിച്ച സന്ദർഭത്തിൽ അതിന്റെ ശേഷം നോക്കിയപ്പോൾ ചന്ദ്രപ്പിറവി അവനിക്ക് ഇങ്ങനെ കണ്ടതായിട്ട് തോന്നി. എന്തോ കാരണം തോന്നി, അവനിക്ക് ബോധ്യമായി. ആ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഖാദിയുടെ മുമ്പാകെ വന്ന് സാക്ഷി നിന്നു. അയാൾ അത് പ്രകാരം വിധിച്ചു. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അവിടെ അള്ളാഹുവിന്റെ വിധി എന്താകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിന്റെ വിധി എന്താകുന്നു? അള്ളാഹുവിന്റെ വിധി, വിശ്വാസയോഗ്യമായ ഒരാള് ഒരു മാസത്തിന്റെ 30ാമത്തെ രാത്രിയിൽ മാസം കണ്ടതായിട്ട് സാക്ഷി നിൽക്കുകയാണെങ്കിൽ, അത് ഒരു കാലിക്ക് ബോധ്യമാവുകയുമാണെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വിധിക്കുകയുമാണെങ്കിൽ, അയാളുടെ അധികാര പരിധിയിൽപ്പെട്ട, അയാളുടെ ഖളാഇന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിക്കൽ നിർബന്ധമാകുന്നു എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് ഹാക്കിമ്, അള്ളാഹുവാണ് നമ്മളുടെ റബ്ബ്, അള്ളാഹുവാണ് നമ്മളുടെ ഇലാഹ്, അള്ളാഹുവിന്റെ ഹുക്കുമാണ് ദീന്, അള്ളാഹുവിന്റെ ഹുക്കുമാണ്, അള്ളാഹുവിന്റെ നിശ്ചയമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധി പ്രഖ്യാപിക്കലോടുകൂടെ പിറ്റേ ദിവസത്തിന് അല്ലാഹു അംഗീകാരം നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ നിയമത്തിൽ അതിന് മൂല്യം നൽകിയിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ നഫ്സുൽ അംറിൽ അത് ശഅബാൻ മാസത്തിന്റെ 30-ാമത്തെ ദിവസമാണെങ്കിൽ തന്നെ വിശ്വാസയോഗ്യമായ ഒരാൾ സാക്ഷി നിൽക്കുകയും ഒരു ഖാദി അതനുസരിച്ച് വിധിക്കുകയും ചെയ്താൽ അതിന് റമളാൻ മാസത്തിന്റെ മൂല്യം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അത് ഏത് ദിവസമായാലും കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടൊരു മൂല്യം നൽകല്. അങ്ങനെ ഒരു മൂല്യം നൽകാൻ പറ്റുമോ? പറ്റും. അത് ഭൗതിക ഗവൺമെന്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് 100-ന്റെ ഒരൊറ്റ നോട്ടാണ്. 100-ന്റെ ഒരൊറ്റ നോട്ട്. ഇതിനേക്കാൾ വലിയ 50 പൈസ കൊടുത്തിട്ട് വലിയൊരു പേപ്പർ വാങ്ങി. ഇതുമായി ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോരാ. ഒരു 3-4 ആളുകൾക്കോ അതിലധികം ആളുകൾക്കോ. നേരെ മറിച്ച് ഇതിനേക്കാൾ വലിയൊരു പേപ്പറുമായി ചെന്നാലോ ഒരു കാലി ചായ പോലും കിട്ടൂല. എന്താണതിന് കാരണം? ഈ രാജ്യത്തെ ഗവൺമെന്റ് അതിന്റെ ഗവൺമെന്റ് നിയമമാണ്. ഇതിന് 100 റുപ്പികയുടെ മൂല്യം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ നോട്ട് കറൻസി ഇറക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇതിനൊക്കെ സ്വർണവും വെള്ളിയൊക്കെ പിമ്പലമായിട്ട് ഗവൺമെന്റ് സൂക്ഷിക്കലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഇന്ന് നിയമമാണ്, ഗവൺമെന്റ് നിയമ. ഒരാൾ പറയുകയാണ് ഈ നോട്ട് ഞാൻ അംഗീകരിക്കൂല, ഇതൊരു സാധാരണ കടലാസ്, ഇത് ഞാൻ അംഗീകരിക്കൂല പറഞ്ഞവനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ വെക്കും. അപ്പൊ ഇങ്ങനെ ഭൗതിക ഗവൺമെന്റുകൾക്ക് നിയമത്തിലൂടെ ഇങ്ങനെ ഒരു വസ്തുവിനൊരു മൂല്യം നിശ്ചയിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ സാധ്യമാണെങ്കിൽ രാജാതിരാജനായ ഗവൺമെന്റുകളുടെ ഗവൺമെന്റായ മലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനൊരു മൂല്യം നൽകുകയാണെങ്കിൽ ഈ മനുഷ്യൻ അതിനെ നിഷേധിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിയമമാക്കിയതിനെ ചോദ്യം ചെയ്യാൻ നീ ആരാണെന്ന് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ എന്ത് മറുപടിയാണ് ഇവർ പറയാൻ സാധിക്കുക? വളരെ ഗൗരവമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ളുഹുറും അസ്റും നമ്മൾ ജമ്മാക്കി നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു നിശ്ചയിച്ച സമയം ഏതാണ്? ളുഹുറിന് അല്ലാഹു നിശ്ചയിച്ച സമയം, അസ്റിന് അല്ലാഹു നിശ്ചയിച്ച സമയം 2. പക്ഷെ അല്ലാഹു അനുവദിച്ചു പ്രത്യേക സാഹചര്യത്തിൽ ജമ്മാക്കി ഒരുമിച്ച് നിസ്കരിക്കാൻ. അല്ലാഹു അനുവദിച്ച സാഹചര്യങ്ങളിൽ ളുഹുറിന്റെ സമയത്ത് അസ്ർ നിസ്കരിച്ചാൽ അതിന് അസ്റിന്റെ സമയത്ത് നിസ്കരിച്ച മൂല്യം അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അസ്റിന്റെ സമയത്ത് ളുഹുർ നിസ്കരിച്ചാൽ ആ ളുഹുറിന്റെ സമയത്ത് തന്നെ നിസ്കരിച്ച മൂല്യം അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഇവിടെ ആർക്കും അധികാരമില്ല. അതാണ് മുസ്ലിം ലോകം മനസ്സിലാക്കിയത്. അതാണ് ഇമാമികൾ മനസ്സിലാക്കിയത്. അതാണ് ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹുമാനികളെ, ഇത് റബ്ബാനിയായ അല്ലാഹുവിന്റെ ദീനാണ്. അപ്പൊ റബ്ബാനിയായ റമളാൻ, ഹിസാബിയായ റമളാൻ ഏതാണ് നമുക്ക് വേണ്ടത്? ഇലാഹിയായ റമളാനാണോ വേണ്ടത്? ഹിസാബിയായ റമളാനാണോ വേണ്ടത്? ഇവിടുത്തെ മുസ്ലിമീങ്ങൾ, ഇവിടുത്തെ മുസ്ലിം പാരമ്പര്യം ഷിയാക്കളുടെ പാരമ്പര്യമല്ല. ഇവിടുത്തെ മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യം റബ്ബാനിയായ റമളാൻ, റബ്ബാനിയായ ശവ്വാൽ, റബ്ബാനിയായ നോമ്പ്, ഇലാഹിയായ പെരുന്നാൾ, അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഹിസാബിയായ പെരുന്നാളല്ല, ഹിസാബിയായ നോമ്പല്ല. നാം മനസ്സിലാക്കണം. ഇവിടെ പെരുന്നാൾ ആഘോഷിച്ച് ഇവർ അല്ലാഹു അക്ബർ പറഞ്ഞില്ലേ? എന്താണ് ഇവർ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. തൊള്ളോണ്ട് ഇങ്ങനെ പറയാ. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഖുർആനും വേണ്ട, സുന്നത്തും വേണ്ട, ഹിസാബ് മതി. ഒരു കാലത്ത് ഖുർആനും സുന്നത്തും പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാര് ഇപ്പൊ ഖുർആനും വേണ്ട, സുന്നത്തും വേണ്ട, ഇജ്മാഉം വേണ്ട, ഖിയാസും വേണ്ട, ഫിഖ്ഹും വേണ്ട, ഇമാമും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്ത് മതി? ഹിസാബ് മതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാക്ക് പേരും ചെല്ലും. പക്ഷെ ഇവര് ചെല്ലുമ്പോൾ മനസ്സിലെന്താന്ന് അറിയോ നിങ്ങൾക്ക്?
ഡൽഹിയിൽ ഒരു ചരിത്രം ഉണ്ടായി പണ്ട് അക്ബർ രാജാവിന്റെ കാലഘട്ടത്തിൽ. അവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മസ്താൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പള്ളിയിൽ നിന്ന് ഒരു മുഅദ്ദിൻ ഇങ്ങനെ ബാങ്ക് കൊടുക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ ഈ മസ്താൻ പറഞ്ഞു, ഈ വലിയ പറഞ്ഞു, എടാ നിന്റെ അള്ള എന്റെ ചന്തിന്റെ ചോട്ടുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ അള്ള എന്റെ ചന്തിന്റെ ചോട്ടുണ്ട്. ഇത് കേട്ട ആളുകൾ ഈ സംഭവം അക്ബർ രാജാവിനോട് എന്ന് പറഞ്ഞു. അക്ബർ രാജാവ് ഇയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ബാങ്ക് കൊടുത്തപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ വിധി, ഇയാളെ മുർത്തദ്ദായിട്ടുണ്ട്, ഇയാളുടെ തല വെട്ടണം. അങ്ങനെ ഈ മസ്താനായ വലിയന്റെ തലവെട്ടിയ സമയത്ത് ആ തല മുറിഞ്ഞു വീണപ്പോ ആ തല എടുത്തു. ശരീരം വീണില്ല. അതിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഡൽഹി പട്ടണത്തിൽ കൂടി ഇങ്ങനെ ചുറ്റുക. ആ കയ്യിലിരിക്കുന്ന ശിരസ് അതിന്റെ നാവ് കൊണ്ട് വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഹഖ്ഖൻ ഹഖ്ഖാ മുഹമ്മദുർ റസൂലുള്ളാഹി സുദ്ഖൻ സുദ്ഖാ. അതിങ്ങനെ പറയാ. അങ്ങനെ ഡൽഹി പട്ടണത്തിൽ കൂടി ചുറ്റിക്കൊണ്ടിരിക്കുക. ഇയാളുടെ ഷെയ്ഖ് ഈ വിവരം അറിഞ്ഞു. ഷെയ്ഖ് ഓടിച്ചെന്നു, എങ്ങോട്ടാ നീ പോകുന്നത്? ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, കേസ് കൊടുക്കാൻ പോവാ. ഞാൻ മുർത്തദ്ദാണെന്ന് പറഞ്ഞ് എന്റെ തല വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അക്ബർ രാജാവ് അങ്ങനെ തലവെട്ടി. ഈ പരാതി പറയാൻ വേണ്ടി ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. ഞാൻ മുസ്ലിമാണോ മുർത്തദ്ദാണോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹഖ്ഖൻ ഹഖ്ഖാ മുഹമ്മദുർ റസൂലുള്ളാഹി സുദ്ഖൻ സുദ്ഖാ. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, നീ ഇപ്പൊ തൽക്കാലം അവിടെ അടങ്ങ്, മദീനത്തേക്കൊന്നും ഇപ്പൊ പോകണ്ട. അപ്പൊ ഷെയ്ഖിന്റെ ഓർഡർ കേട്ട് അവിടെ അടങ്ങി. അയാൾ മരിച്ചു വീണു. അങ്ങനെ അയാൾ മറവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഷെയ്ഖ് അക്ബർ രാജാവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്റെ മുരീദിന്റെ, എന്റെ ശിഷ്യന്റെ തലവെട്ടാൻ ഫത്വ കൊടുത്തു. എന്താ കാരണം? അയാളിങ്ങനെ നിന്റെ അള്ള എന്റെ ചന്തിന്റെ ചോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ നേരെ വള്ളിയിൽ പോയി, മുക്കറിന്റെ അടുത്ത് പോയി. മുഅദ്ദിന്റെ അടുത്ത് എന്നിട്ട് നിങ്ങൾ ബാങ്ക് കൊടുത്തപ്പോ എന്താ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് അല്ലാഹു അക്ബർ എന്ന് ഞാൻ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോ എന്താ ഈ തുച്ഛൻ ശമ്പളത്തിന്, ഈ കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ഇവിടെ ബാങ്ക് കൊടുത്തിട്ട് എന്താ കാര്യം? ഈ ജോലി സ്വീകരിച്ചിട്ട് എന്താ കാര്യം? ഇതാ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പണം. പണം 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 ഇതാണ് നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നില്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയാ, അല്ലാഹു വലിയവൻ എന്ന് പറയാ. മനസ്സിലുള്ള എന്താ? പണം അക്ബർ പണം അക്ബർ പണം അക്ബർ പണം അക്ബർ. ഇതാ മനസ്സിലുള്ളത്. എന്റെ ശിഷ്യൻ എവിടെ ഇരുന്ന ആ സ്ഥലം കാണിച്ചു തരണം. അവിടെ കാണിച്ചു കൊടുത്തു. കൈക്കോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കളക്കാൻ പറഞ്ഞു. നോക്കുമ്പോ അവിടെ നദിയുണ്ട്. ആ വലിയിരുന്ന ആ സ്ഥലത്ത് കളച്ചപ്പോ അവിടെ നദി ഉണ്ടായിരുന്നു. അപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു വലിയവൻ എന്ന് പറയുമ്പോ ഈ ബാങ്ക് കൊടുക്കുന്നവന്റെ മനസ്സിൽ പണം വലിയവൻ എന്നായപ്പോ ആ പണാണ് ഓന്റെ അള്ളാഹ്. അത് എന്റെ ചന്തിന്റെ ഒട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതവിടെ കളച്ചപ്പോ കിട്ടുകയും ചെയ്തു. അപ്പൊ ആ വലിയ പറഞ്ഞത് ശരിയാ. ഇമ്മാതിരിയാണ് ഇവർ അല്ലാഹു അക്ബർ പറയുന്നുണ്ടല്ലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താ മനസ്സിലുള്ളത്? നാവ് കൊണ്ട് പറയുന്ന അല്ലാഹു വലുത്. മനസ്സിലുള്ളത് എന്താ? അൽ ഹിസാബു അക്ബർ അൽ ഹിസാബു അക്ബർ അൽ ഹിസാബു അക്ബർ അൽ ഹിസാബു അക്ബർ. കണക്കാണ് വലുത്. ഇതല്ലേ അവരുടെ മനസ്സിലുള്ളത്. ഈ ഹിസാബിയായ റമളാനിന്റെയും ഈ ഹിസാബിയായ ശവ്വാലിന്റെയും ആളുകളുടെ മനസ്സിലുള്ളത് എന്താ? എന്ത് ഈമാനാണ് അവർക്കുള്ളത്? എന്ത് തൗഹീദാണ് അവർക്കുള്ളത്? എന്ത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്? അതുകൊണ്ട് ബഹുമാനികളെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു ആണ് വലിയവൻ എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ ഒരു സ്ഥലത്ത് കണ്ടുറപ്പിച്ചിട്ട് മറ്റേ സ്ഥലത്ത് എന്താ ഉറപ്പിക്കാഞ്ഞത്? അതിലൊന്നുമില്ല. അത് ഒരു കാദിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണങ്ങളുണ്ട്. സാക്ഷികളെ സംബന്ധിച്ച് അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ഉറപ്പിച്ചാൽ മതി. ഒരു കാദി ഉറപ്പിച്ചതുകൊണ്ട് മറ്റൊരു കാദിക്ക് ഉറപ്പിക്കണം എന്നില്ല. ഓരോരോ പോയത്തം പറഞ്ഞ്. പിന്നെ ഇഖ്തിലാഫുൽ മത്ല,
ഉദയ വ്യത്യാസമുള്ള ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ മറ്റേ സ്ഥലത്ത് മാസം ഉറപ്പിക്കേണ്ടതില്ല. 200 കിലോമീറ്ററാണ് അതിന്റെ കണക്ക്. ഇവിടെ മാസം കണ്ടാൽ 200 കിലോമീറ്റർ അപ്പുറത്ത് മാസം ഉറപ്പിക്കൽ നിർബന്ധമല്ല. അപ്പൊ ഇവിടെ ഉറപ്പിച്ചപ്പോ സുന്യാൾ എന്തിയാ അവിടെ ഉറപ്പിക്കാഞ്ഞത്? ഇതൊന്നും അറിയാതെ ഉള്ള ചോദ്യങ്ങൾ. വേറൊരു ചോദ്യം എന്താ, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ അതേമാതിരി തന്നെ ഈ കണക്കും കറക്റ്റ് ആയിക്കൂടെ? പിന്നെന്താ അത് സ്വീകരിച്ചൂടെ എന്ന്? കറക്റ്റ് ആയാലും സ്വീകരിക്കണതിന്റെ അർത്ഥാവോ പറഞ്ഞത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കണക്കാ വലുത് എന്നാ മനസ്സിലുള്ളത്. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല, ഷിയാക്കളുടെ പാരമ്പര്യമാണത്. പിന്നെ നിസ്കാരം നമ്മൾ കണക്കനുസരിച്ചല്ലേ? നിസ്കാരം കണക്കനുസരിച്ചല്ലേ, അപ്പൊ നോമ്പും കണക്കനുസരിച്ചായിക്കൂടെ എന്നൊരു ചോദ്യം. നിസ്കാരം എന്ന് പറയുന്നത് കണക്ക് നോമ്പിലുണ്ട്. കണക്ക് നോമ്പിൽ എല്ലാ നിലക്കും തള്ളണില്ല. മാസം നമ്മൾ നോമ്പ് തുറക്കുന്നത് എപ്പോഴാ? സൂര്യൻ അസ്തമിച്ചാല് അത് കണക്കാ. അത്താഴം കഴിച്ച് നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാ? പ്രഭാതം ഫജ്റു സാദിഖ് സുബഹിന്റെ വക്ത് പ്രവേശിക്കുമ്പോൾ ആ സൂര്യന്റെ കണക്കാണ്. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത് ആ ചോദ്യം തന്നെ ശരിയല്ല. പോട്ടെ. നിസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ടൈം സൂര്യനെ ആസ്പദമാക്കിയുള്ളതാണ്. നോമ്പും പെരുന്നാളും ചന്ദ്രനെ ആസ്പദമാക്കിയുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ശ്രദ്ധിക്കണം. സൂര്യനെ ആസ്പദമാക്കി നിസ്കാരത്തിന്റെ ടൈം കണക്കാക്കുന്നത് സൂര്യൻ ഒരു നിശ്ചിത സ്ഥലത്ത് ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ളുഹറിന്റെ ടൈം ആ നിസ്ഫുൻ നഹാർ എന്ന് പറയുന്ന മധ്യരേഖയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യൻ പ്രവേശിച്ചിട്ടുണ്ട് എന്നറിയുക, കാണേണ്ട ആവശ്യമില്ല. ളില്ലു കുല്ലി ശൈഇൻ മിസ്ലഹു, ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ അത്ര വലുപ്പമുണ്ടാവുക. ഉച്ചക്കുള്ള നിഴല് കഴിച്ച് ബാക്കിയുള്ള നിഴല്, ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ അത്ര ഉണ്ടാവുക. ഇത് കണ്ട് സൂര്യൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ സൂര്യൻ കാണണ്ട. ഒരാൾ മേപ്പെട്ട് ആകാശത്തിലേക്ക് നോക്കന്നെ വേണ്ട, മേൽഭാഗത്തേക്ക് നോക്കുക തന്നെ വേണ്ട. ഓന് മേപ്പെട്ട് നോക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരാളാന്ന് വിചാരിച്ചോളൂ. അവനൊരു വസ്തുവിന്റെ നിഴല് നോക്കിയിട്ടാ മനസ്സിലാക്കുന്നത്. ആ വസ്തുവിന്റെ നിഴൽ അതിന്റെ അത്ര വലുപ്പമായാൽ ആ അടയാളത്തിൽ നിന്ന് അസറിന്റെ ടൈമിന് സൂര്യൻ എവിടെ ഉണ്ടാവണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നുവോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അസറായി. അങ്ങനെയാണ് അതിന്റെ ശരീഅത്ത് നിയമം, അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് മറ്റു നമസ്കാരത്തിന്റെ ടൈമുകളൊക്കെ. അതേ സ്ഥാനത്ത് സൂര്യൻ, ചന്ദ്രൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ മേൽഭാഗത്ത് ചന്ദ്രഗോളം ഉണ്ടെന്ന് ഏതടയാളങ്ങളെ കൊണ്ട് മനസ്സിലായാലും നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ആ ചന്ദ്രഗോളം നിങ്ങൾ ദർശിക്കണം. സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി, അല്ലെങ്കിൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. എത്ര വ്യത്യാസമുണ്ട്! ഇതാണ് ഫർക്ക്. അൽ ഫിഖ്ഹു അൽ ജമ്മു വൽ ഫർക്ക്. കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ജമ്മും ഫർക്കുമാണ്. സാദൃശ്യമായ രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള സാദൃശ്യതയും അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിലൂടെയാണ് കർമ്മശാസ്ത്രത്തിന് അടിത്തറവാകുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് കർമ്മശാസ്ത്രത്തിൽ ഒന്നും പറയാനുള്ള അധികാരമില്ല. അപ്പൊ വളരെയധികം വ്യത്യാസമുള്ള ഫർക്കുള്ള രണ്ട് സംഭവങ്ങളാണ് സൂര്യനെ അടിസ്ഥാനമാക്കി നമസ്കാരത്തിന്റെ ടൈമുകൾ കണക്കാക്കുക, ചന്ദ്രഗോളത്തെ അടിസ്ഥാനമാക്കി നോമ്പിന്റെയും മറ്റും ടൈം കണക്കാക്കുക എന്നത് വളരെ വ്യത്യാസമുള്ള, ശരീഅത്ത് തന്നെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്ന അർത്ഥവുമില്ല, ഒന്നിനൊരു അർത്ഥമല്ല. അപ്പൊ ഈ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഈ അല്ലിസാഹു അക്ബർ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ഷർറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, അവർക്ക് അള്ളാഹു തആല നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സമയം നീണ്ടുപോയതിൽ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
തീവ്രവാദ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ നിങ്ങൾ പ്രചരണം നടത്തേണ്ടവരല്ലേ? വർത്തമാന ലോകത്ത് മുസ്ലിം സമുദായത്തെ പ്രതിപൂർത്തിക്കൊണ്ട് ഭീകരവാദ ആരോപണം മീഡിയകൾ നടത്തുന്നുണ്ടല്ലോ, അതിനെതിരെ നിങ്ങൾ പ്രചരണം നടത്തേണ്ടവരല്ലേ? മാറാട് പോലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ തെറ്റായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നില്ലേ? ആ കാര്യങ്ങളെക്കുറിച്ചും കൊണ്ടൊന്നും SKSFന്റെ നിലപാട് പറയുന്നതിൻ്റെ ആ സ്ഥാനത്തേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് ഇത്തരമൊരു മാസപ്ര വിശദീകരണത്തിന് നിങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, SKSFനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ സംഘടനകളെക്കാളും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു ചാൺ മുൻപന്തിയിൽ പ്രവർത്തിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ധീരമായി ഇടപെടുകയും ചെയ്തൊരു സംഘടനയാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായ മുന്നണി പോരാളികളായി നേതൃത്വം പ്രവർത്തിച്ചൊരു സംഘടനയാണ് സമത്വകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. കേരള മുസ്ലിം സമുദായത്തെ മാത്രമല്ല കേരള ജനതയെ മുഴുവനും ഗ്രസിക്കുന്ന തീവ്രവാദം കേരളക്കരയിൽ ശക്തിപ്പെടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ NDF എന്ന സംഘടനയെ പേരെടുത്തുകൊണ്ട് വിമർശിക്കാനും NDFന്റെ മനുഷ്യാവകാശത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ പ്രവണതകളെ ജനസമൂഹം തുറന്നു കാണിക്കാനും ആർജവം കാണിച്ച സംഘടനയാണ് SKSF. ആ കാര്യത്തിൽ SKSFനും സമത്വക്കും വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും പൊതുവെ ലോക മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരവാദ ആരോപണം മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ ഭീകരവാദ ആരോപണം നടത്തുന്ന മീഡിയകൾക്കെതിരെയും സയനിസ്റ്റ് ഫാസിസ്റ്റ് സംഘപരിവാർ സംഘടനകളുടെ പ്രചരണത്തിനെതിരെയും ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ പ്രചരണ പ്രവർത്തനം നടത്തിയത് കേരളത്തിലെ സമത്വകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന ഏക സംഘടന മാത്രമാണ്. അതിൻ്റെ പേരിൽ പല ഭാഗത്തുനിന്നുകൊണ്ടും ഭീഷണികൾ പോലും നേരിടേണ്ടി വന്നിട്ട് പോലും സംഘടന അതിൻ്റെതായിരിക്കുന്ന കൃത്യനിർവഹണം കാണിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമകാലിക രംഗത്ത് മുസ്ലിം സമുദായത്തെയും കേരളത്തിലെ സാധാരണക്കാരെയും സൗഹൃദം കാണിച്ചുകൊണ്ടവരെയും മൊത്തം ബാധിക്കുന്ന രൂപത്തിൽ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തെറ്റായ അത്തരം റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്കെതിരെ എന്ത് പറയണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ശീതീകരിച്ച റൂമിൽ നിന്നുകൊണ്ട് പല മുസ്ലിം സംഘടനകളും അവരവരുടേതായിരിക്കുന്ന നിലപാടുകളെ കുറിച്ചുകൊണ്ട് മാരത്തോൺ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ റമളാൻ മാസത്തിന്റെ നട്ടുച്ച സമയത്ത് നോമ്പ് നോറ്റുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വിഭാഗത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പ്രതിഷേധ റാലി നടത്താൻ ആർജവം കാണിച്ച സംഘടന SKSF മാത്രമാണ്. തീവ്രവാദത്തിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിരോധം SKSF തീർക്കുമ്പോഴും തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരള മുസ്ലിം യുവതയുടെ പ്രതികരണ ശേഷിയെ മരവിപ്പിക്കണമെന്നുള്ള ചില ആളുകളുടെ വ്യാമോഹം നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ സംഘപരിവാർ പ്രസിദ്ധീകരണത്തിന്റെ കോപ്പി അടിച്ചുകൊണ്ടുള്ള പുനർ റിപ്പോർട്ടുകൾക്കും എതിരെ ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്കുമെതിരെയും കേരള ജനതയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെയും ശ്രദ്ധ ക്ഷണിക്കുന്ന പ്രതിഷേധ റാലി നടത്തിയ സംഘടനയാണ് SKSF. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുപ്രശ്നത്തിലും രാജ്യത്തിന്റെ അഖണ്ഡതയെ നേരിടുന്ന പ്രശ്നത്തിലും എല്ലാ കാര്യത്തിലും വ്യക്തമായിരിക്കുന്ന നിലപാടും അതിൻ്റെതായിരിക്കുന്ന പ്രതിഷേധവും പ്രതികരണവും പ്രചരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തുക മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിനെതിരെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് ഉണ്ടാവേണ്ട ചില ബോധവൽക്കരണങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ റമളാൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടും കോഴിക്കോട്ട് പട്ടണത്തിൽ ശ്രദ്ധേയമായ ഖുർആൻ ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ടും അതിൻ്റെതായിരിക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നതിൽ മറ്റെല്ലാ സംഘടനകളെക്കാളും മുന്നിലുണ്ടായ SKSF മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു മാസപ്പിറവി വിവാദം മാത്രമല്ല സംഘടനയുടെ അജണ്ട. പൊതുവായ എല്ലാ അജണ്ടകളിലും SKSF അതിൻ്റെതായിരിക്കുന്ന കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാൻ മാസത്തിന്റെ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയ
വിഭാഗത്തിന്റെ തൊലി ഉരിഞ്ഞു കാണിക്കേണ്ടതും റമളാൻ മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാഴ്ചയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഗണിതശാസ്ത്രത്തിന്റെ പിന്നാലെ പോവുകയും കാഴ്ചയേക്കാൾ കൂടുതൽ അവലംബിക്കേണ്ടത് ഗണിതശാസ്ത്രത്തെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള ഹിലാൽ കമ്മിറ്റിയുടെയും ആശയപരമായിരിക്കുന്ന വ്യതിയാനത്തെ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ടത് കേരളത്തിലെ സുന്നികളുടെ കടമയാണ് എന്നതുകൊണ്ടാണ് ഈ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്തരമൊരു വിശദീകരണം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ആഗോള തലത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നിലപാട്, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്, മാസപ്പിറവിയുടെ കാര്യത്തിൽ കാഴ്ചയായിരിക്കണം അവലംബിക്കേണ്ടത്, കണക്കിനെ പരിഗണിക്കാമെന്ന് മാത്രം. ഇത് പറയുന്ന സന്ദർഭത്തിൽ കണക്കിനെതിരാണ്, ഗോളശാസ്ത്രത്തിനെതിരാണ് സുന്നികൾ എന്ന തെറ്റായ ധാരണ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോളശാസ്ത്രത്തെ തള്ളിക്കളയുകയോ ഗണിതശാസ്ത്രത്തെ അപ്പാടെ പുറന്തള്ളുകയോ ചെയ്യുന്നവരല്ല. അവലംബിക്കേണ്ടതിന് പകരം, അതിന്റെ പരിഗണിക്കുന്നതിന് പകരം പിറവിയുടെ കാര്യത്തിൽ അവലംബിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വഴി അത് വിശദീകരിക്കപ്പെടും. ഇത് സുന്നികളുടെ കേരളത്തിലെ സമത്വയുടെ മാത്രം നിലപാടല്ല, ആഗോള തലത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നിലപാടാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ വിശദീകരിക്കുന്നത് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധമായിരിക്കുന്ന പട്ടാളപ്പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഈ പട്ടാളപ്പള്ളിയുടെ പരിപാലന കമ്മിറ്റിയുടെ സെക്രട്ടറി നദ്വത്തുൽ മുജാഹിദീൻ സംഘടനയുമായി കൊണ്ട് പണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ നേരിട്ടുകൊണ്ട് ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉലമാക്കളുടെ ഫത്വ തേടിക്കൊണ്ട് പിറവിയുടെ കാര്യത്തിൽ ഫത്വ തേടിയപ്പോൾ ആ ഫത്വയുമായി പ്രസിദ്ധീകരിച്ച ലീഗ് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിന്റെ ഒരു കോപ്പിയാണ് എൻ്റെ കൈവശമുള്ളത്. ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സാന്ദർഭികമായി കൊണ്ട് ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ബഹുമാന്യനായ MK ആജിയുടെയും ബഹുമാനപ്പെട്ട AV അബ്ദുറഹിമാൻ ആജിയുടെയും ഒക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന ലീഗ് ടൈംസ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ലീഗ് ടൈംസ് 14/3/1978 പ്രസിദ്ധീകരിച്ചത്. അതിൽ ബഹുമാന്യനായ അഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന പട്ടാളപ്പള്ളിയുടെ പരിപാലന കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത ഫത്വ, ആഗോളതലത്തിലെ ഉന്നത പണ്ഡിത സഭയുടെ മറുപടി, ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് മാസപ്പിറവി വിശദീകരിക്കുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അംഗീകരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യമാണെന്ന് സൗദി അറേബ്യയിലെ ഉന്നത മത പണ്ഡിത സഭ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പട്ടാളപ്പള്ളി പരിപാലന കമ്മിറ്റി സെക്രട്ടറി അഹമ്മദ് കുഞ്ഞിക്ക് അവർ അയച്ചു കൊടുത്ത ഒരു മറുപടി കത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഗോളശാസ്ത്രത്തെ മാത്രം വിശ്വസിക്കുകയും മാസപ്പിറവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് തനിക്കുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടി അഹമ്മദ് കുഞ്ഞിയുടെ ചോദ്യത്തിന്റെ മറുപടിയായി മുഹറം മാസം 1-ാം തീയതി സൗദി അറേബ്യ മതകാര്യ വകുപ്പിന് അയച്ചിരുന്ന കത്തിന്റെ മറുപടിയാണ്. അതിന്റെ മറുപടിയാണ് വ്യക്തമായി ഇതിൽ പ്രസിദ്ധീകരിക്കുന്നത്. സമയമില്ലാത്തതിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൊറ്റപ്പെട്ട ഫത്വ മാത്രമല്ല, 31/3/1981 അതേ ലീഗ് ടൈംസ് പ്രസിദ്ധീകരിച്ച മറ്റൊരു റിപ്പോർട്ട് കൂടി ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിൽ കാണാൻ സാധിക്കുന്നത് റമളാൻ വ്രതത്തിനും പെരുന്നാളിനുമുള്ള മാസപ്പിറവി നിർണയം ചന്ദ്രക്കല കാണുന്നത് കൊണ്ട് തന്നെയായിരിക്കണമെന്ന് ഗോളശാസ്ത്ര സംബന്ധമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലായിക്കൂടാ എന്നും റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയയുടെ കീഴിലുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിത സമിതി 4-ാം സമ്മേളനം തീരുമാനിച്ചു. ആ റിപ്പോർട്ടുമായി കൊണ്ട് ബന്ധപ്പെട്ട വ്യക്തമായിരിക്കുന്ന വിവരണം അവിടെയുണ്ട്. ഈ 2 ഫത്വ മാത്രമല്ല, ആഗോള സലഫികളുടെ നിലപാട് പോലും കാഴ്ചയായിരിക്കണം പെരുന്നാളിന്റെയും നോമ്പിന്റെയും ഉറപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലോകം അംഗീകരിക്കേണ്ടതിന് വ്യക്തമായിരിക്കുന്ന നിലപാടുള്ളതാണ്. ഈ കഴിഞ്ഞ നോമ്പ്
ഒരു കാരണവശാലും കാണാൻ നിർവാഹമില്ലെന്ന് കണക്ക് കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതായിക്കൊണ്ട് പോലും ലോക മുസ്ലിമീങ്ങൾ സൗദി അറേബ്യയുടെ ഔക്കാഫ് പോലും അംഗീകരിച്ചത് കണക്ക് അങ്ങനെയാണെങ്കിലും കാഴ്ച വന്ന സന്ദർഭത്തിൽ കണക്കിനെ മാറ്റിവെച്ചുകൊണ്ട് കാഴ്ചക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശനിയാഴ്ച ദിവസം നോമ്പ് ഒന്നായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ, ലോക സലഫികളുടെ നിലപാട് തന്നെയാണ് ഏറ്റവും കരണീയമെന്നും അതാണ് സത്യമെന്ന് വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കേവലം ചില ഭാഗങ്ങളിൽ മാത്രം ഒരുങ്ങിക്കൂടുന്ന ഒരൊറ്റപ്പെട്ട സംഘടന മാത്രമാണ് മുസ്ലിം സമുദായത്തിന്റെ ഭിന്നിപ്പുണ്ടാക്കുന്നതെങ്കിൽ ആ ഭിന്നിപ്പ് ഒറ്റപ്പെട്ടതാണെങ്കിലും ചീവിടി എന്ന് പറയുന്ന ജീവി ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പോലെ ഈ കൊച്ചു സംഘടന കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അത്തരം ആ ഒറ്റപ്പെട്ട നടുവത്തിലെ മുജാഹിദീന്റെ തനിനിറം ജനസമക്ഷം സമർത്ഥിക്കേണ്ടത് സംഘടനയുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ SKSSFന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, അഭിവന്ദരായ MT ഉസ്താദ് അവരുകളെ, വന്യരായ വേദിയിലിരിക്കുന്ന സൂഫി വര്യന്മാരെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, എൻ്റെ സ്നേഹനിധികളായ SKSSFന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, പ്രത്യേകിച്ച് SKSSFന്റെ ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളെ, ഈ കഴിഞ്ഞ റമദാൻ മാസപ്പിറവി നമ്മുടെ കേരളത്തിൽ വിവാദമായതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. സെപ്റ്റംബർ 22 വെള്ളിയാഴ്ച അസ്തമിച്ച ശേഷം നമുക്ക് ഷഅബാൻ 29 ഇസ്ലാമിക നിയമങ്ങളുടെ താൽപ്പര്യപ്രകാരം 29 മാസപ്പിറവി ദൃശ്യമായാൽ പിറ്റേ ദിവസം റമദാൻ 1 സ്ഥിരീകരിക്കും, ഖാദിമാർ ഉറപ്പിക്കും. ഇല്ലെങ്കിൽ 30 പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം റമദാൻ 1 സ്ഥിരീകരിക്കും. പതിവ് പ്രകാരം ഇപ്രാവശ്യം സെപ്റ്റംബർ 22 വൈകിട്ട് മാസപ്പിറവി ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷിക്കാൻ വന്യരായ നമ്മുടെ ഖാദിമാർ ആവശ്യപ്പെടുകയും സ്വാഭാവികമായും കണ്ണൂരിനടുത്ത വെളിയമ്പ്രയിൽ അന്ന് മാസപ്പിറവി ദൃശ്യമായി എന്ന വിവരം ലഭ്യമാവുകയും ചെയ്തു. അക്കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ഗോളശാസ്ത്ര നിഗമനങ്ങൾ അനുസരിച്ച് അന്ന് മാസപ്പിറവി കാണാൻ ഇടയില്ല എന്ന് നേരത്തെ ചിലർ പ്രഖ്യാപിച്ചതിനാൽ വളരെയേറെ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തി അത് കണ്ട ആളുകളുമായി ഖാദിമാർ വിശദമായ ചർച്ച നടത്തി അത് 100% സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആദരണീയരായ നമ്മുടെ ഖാദിമാർ മാസപ്പിറവി വളരെ വൈകി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, രാത്രി 10 മണിയോളമായി മാസപ്പിറവി തീരുമാനിക്കുമ്പോൾ മഗ്‌രിബിന് ശേഷം കണ്ട മാസപ്പിറവിക്ക് തീരുമാനമാകാൻ മണിക്കൂറുകളെടുത്തു. എന്തുകൊണ്ട് 10 മണി വരെ നീണ്ടു? ബഹുമാന്യനായ നാടകത്ത്
മുഹമ്മദ് കോയ ബാക്കവി കോഴിക്കോട് ഖാലി അവർകൾ നേരത്തെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പോലെ മാസപ്പിറവിയുടെ ദർശനം വളരെയേറെ സംശയകരമാകുന്ന സാഹചര്യത്തിൽ ഗോളശാസ്ത്ര കണക്ക് പരിഗണിക്കുന്നതിന് വിരോധമില്ല എന്ന ആ പ്രസ്താവന ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പൊക്കിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ആ പരിഗണന എന്നും നമ്മുടെ ആദരണീയരായ ഖാദിമാർ സ്ഥിരീകരിക്കപ്പെട്ട രേഖയല്ലെങ്കിലും ദർശിക്കാൻ ഇടയില്ല എന്ന ഗോളശാസ്ത്ര നിഗമനം വന്നാൽ വളരെ സൂക്ഷ്മമായി പഠിച്ചും വിലയിരുത്തിയും ബോധ്യപ്പെട്ടും കണ്ടു എന്ന് കുറ്റമറ്റ നിലയിൽ സ്ഥിരീകരിക്കപ്പെട്ട ശേഷം മാത്രമാണ് സ്വീകരിക്കാറുള്ളത്. വന്ദരായ കണ്ണൂർ ഖാദി ഹാഷിം കോയ തങ്ങളവറുകൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുമായും നമ്മുടെ ആദരണീയരായ ഖാദിമാരുമായും നിരന്തരം ബന്ധപ്പെട്ടു. ഈ കണ്ട ആളുകളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. നോക്കുമ്പോൾ കണ്ട ആളുകൾ ഏതെങ്കിലും കാന്തപുരത്തിൻ്റെ പയ്യന്മാരല്ല, ആ നാട്ടിലെ പ്രഗത്ഭരായ ഉമറാക്കളാണെന്ന് മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പല നേതാക്കന്മാരും നേരിട്ടറിയുന്ന ആ പ്രദേശത്തെ പൗരപ്രമുഖരാണ്. അവർ വളരെ കൃത്യമായി വ്യക്തമായി സത്യസന്ധമായി ആ കാര്യം സാക്ഷി നിന്നപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക നിയമപ്രകാരം നമ്മുടെ ആദരണീയരായ ഖാദിമാർ പിറ്റേ ദിവസം റമദാൻ 1 സ്ഥിരീകരിച്ചു, പ്രഖ്യാപിച്ചു. ഇതാണ് ഉണ്ടായത്. സത്യത്തിൽ വളരെ വൈകിയത് സൂക്ഷ്മമായ വിശകലനത്തിന് സമയമെടുത്തത് കൊണ്ട് മാത്രമാണ്. മാസപ്പിറവി ദർശിക്കില്ല എന്ന് ഖണ്ഡിതമായി ആരെങ്കിലും കണക്ക് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ ഏറെ ജാഗ്രത നമ്മുടെ ഖാദിമാർ ഇക്കാര്യത്തിൽ കാണിക്കാറുണ്ട്. അഭിവന്ദരായ സമസ്തയുടെ ഉസ്താദുമാർ പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഈയിടെ കൂട്ടായിൽ ഒരു വിവാദ മാസപ്പിറവി ദർശിക്കപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ ദർശിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ആ ദിവസം ആദരണീയരായ ഖാദിമാർ മാസം ഉറപ്പിക്കാൻ തയ്യാറായില്ല. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് വളരെ നേരത്തെ ചന്ദ്രൻ അസ്തമിക്കുമെന്ന് അറിയിച്ചതിനാൽ കണ്ട ആളുകൾ വിശ്വാസയോഗ്യരല്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ സ്ഥിരീകരിക്കപ്പെട്ടതിനാലും നമ്മുടെ ഖാദിമാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ സമയത്ത് ആദരണീയരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളവറുകളോട് നമ്മുടെ വന്യരായ ചില നേതാക്കന്മാർ തങ്ങളെ ഞങ്ങൾ കൂട്ടായിൽ പോയിട്ടൊന്ന് നേരിട്ട് അന്വേഷിച്ച കാര്യം സ്ഥിരീകരിച്ചു വരട്ടെ എന്ന് ചോദിച്ചു. വന്യരായ തങ്ങളവറുകൾ പറഞ്ഞു അത്രേ, നിങ്ങൾ പോയി സ്ഥിരീകരിച്ച് നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് പറഞ്ഞു. ആ വന്യരായ നമ്മുടെ നേതാക്കൾ ചോദിച്ചു, അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോയി ബോധ്യപ്പെട്ട് വന്നാൽ തങ്ങൾ ഉറപ്പിക്കൂല എന്നാണോ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പുഞ്ചിരി കൊണ്ടതിന് സ്വാഗതം ചെയ്തപ്പോൾ അവർ ആ കൂട്ടായിലേക്ക് പോക്ക് മാറ്റിവെക്കുകയും പിറ്റേ ദിവസം മാസപ്പിറവി ഉറപ്പിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യം കൊച്ചു കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ കുറ്റമറ്റ നിലയിൽ തീർച്ചയായും തീർത്തും കണ്ണൂരിൽ മാസപ്പിറവി ദൃശ്യമായി എന്ന് തെളിവുകളോട് സ്ഥിരീകരിക്കപ്പെടുന്ന നിലയിൽ ബോധ്യപ്പെട്ടപ്പോൾ വന്യരായ ഖാദിമാർ അത് സ്വീകരിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്തേ അങ്ങനെ സ്ഥിരീകരിക്കട്ടെ? വന്യരായ ഉസ്താദുകൾ അക്കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇസ്ലാമിക കാര്യങ്ങളിൽ നാം ആധാരമാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ തന്നെയല്ലേ? സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, മാസപ്പിറവി കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറവ്, കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കരുത്. ഫൈൻ ഗുമ്മ അലൈക്കും, മേഘാവൃതമായാൽ ഫഅക്മിലു ഇദ്ദത 30 നിങ്ങൾ പൂർത്തിയാക്കിക്കോ. മുത്തഫഖുൻ അലൈഹി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പറയുമ്പോൾ ആ റസൂലുള്ളാഹിന്റെ വചനം നമ്മൾ മുഖവിലക്കെടുക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഈ കാര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ആള് നീതിമാനാണോ നോക്കി വളരെ വേഗം അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു എന്ന കാര്യം പ്രകടമാക്കുന്ന ധാരാളം നബിവചനങ്ങൾ കാണാം. ഇബ്നു മാജ നിവേദനം ചെയ്ത ഹദീസിൽ കാണുന്നു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ അഅറാബിയ്യുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു ഗ്രാമീണനായ അപരിഷ്കൃതനായ അറബി പ്രവാചകരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ഇന്ന് മാസപ്പിറവി ദർശിച്ചു എന്ന് പറഞ്ഞു. യാനി ഹിലാൽ റമളാൻ, റമളാന്റെ മാസപ്പിറവി 29 ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഫഖാല, നബി തങ്ങൾ ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാണോ മുസ്ലിമാണോ ആ ചോദ്യം. ആൾ പറഞ്ഞു, ഖാല നഅം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാണ്. രണ്ടാമത്തെ ചോദ്യം, അതശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നവനാണോ, നീ മുസ്ലിമാണോ എന്നർത്ഥം. ഖാല നഅം, അതെ എന്ന് പറഞ്ഞപ്പോൾ വഖാല, നബി തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ, ബിലാൽ ഇവിടെ വാ, അദ്ദിൻ ഫിന്നാസി,
അന്തസൂമു ഗദൻ, ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന ആളുകൾ നോമ്പെടുക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഗ്രാമീണനായ അപരിഷ്കൃതനായ മുസ്ലിമാണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത ഒരു അറബി സഹോദരൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് മുസ്ലിമാണെന്ന് സാക്ഷ്യപ്പെടുത്തി റമദാൻ മാസപ്പിറവി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വിശദീകരണം തേടാതെ നേരിട്ട് മുസ്ലിം ജനസമൂഹത്തിനോട് പിറ്റേ ദിവസം നോമ്പെടുക്കാൻ കൽപ്പിക്കുന്ന ഈ പ്രവാചക ചര്യ നമ്മുടെ ഖാദിമാർ നടപ്പാക്കട്ടെ. നാഴികക്ക് 40 വട്ടം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക, ഖുർആനും സുന്നത്തും മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയകമായി ആധികാരികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കൂ? നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വളരെ മാന്യമായ നിലയിൽ നമ്മുടെ ആദരണീയരായ ഖാദിമാർ വളരെ സൂക്ഷ്മമായി മാത്രമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സാന്ദർഭികമായി ഉണർത്തട്ടെ. ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? കേരളത്തിൽ ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചവരാ. 1976 ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്നതുവരെ കേരളത്തിൽ മാസപ്പിറവി സംബന്ധിച്ചൊരു വിവാദം അരങ്ങേറിയിട്ടില്ല. ഈ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം തകർത്തുകൊണ്ട് രൂപകൽപ്പന നൽകിയ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കൊണ്ട് തന്നെയാണ് എല്ലാ രംഗത്തും ഛിദ്രതയും ഭിന്നതയും മുസ്ലിങ്ങൾക്കിടയിൽ വിതച്ചതെന്ന പോലെ മാസപ്പിറവിയുടെ വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമി പോലും ഈ ധാർഷ്ട്യം കാണിച്ചിട്ടില്ലല്ലോ. എന്താ വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ? അവർ ആ ധാർഷ്ട്യത കാണിച്ചിട്ടില്ലല്ലോ. മുജാഹിദ് പ്രസ്ഥാനം വാശി പിടിച്ച് ഗോളശാസ്ത്ര നിഗമനങ്ങൾ ആധാരമാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാസപ്പിറവി പ്രഖ്യാപിക്കാനുള്ള ഒരു കമ്മിറ്റി ഹിലാൽ കമ്മിറ്റി 76 രൂപീകരിച്ചു. എന്താണ് ഈ ഹിലാൽ കമ്മിറ്റി? ഈ ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനമല്ലേ പ്രശ്നമായത്? ഹിലാൽ കമ്മിറ്റി നേരത്തെ പ്രഖ്യാപിച്ചു, ഈ പറയപ്പെട്ട 22-ാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ 3 മിനിറ്റ് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ അന്ന് ചന്ദ്രൻ കാണാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ടാൽ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോഴല്ലേ ഫിത്ന ഉണ്ടായത്? അതല്ലേ ഫസാദ് ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മാസപ്പിറവി സ്ഥിരീകരിക്കാൻ ലോകത്തൊരു കമ്മിറ്റി സംവിധാനിക്കാൻ ആരാണ് ഇവർക്ക് അനുമതി നൽകിയത്? ഇത് ദീനീ വിഷയമല്ലേ? അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും അംഗീകരിക്കാൻ ബാധ്യസ്ഥരായ നാം ഈ വിഷയത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അഭാവത്തിൽ ഇസ്ലാമികമായി അംഗീകാരമുള്ള ഖാദിമാരുടെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടതെന്ന് ലോക മുസ്ലിം ജനസമൂഹം ഏകകണ്ഠമായി വിധിയെഴുതുമ്പോൾ അത് മുഴുവനും മാറ്റിവെച്ച് ഖുർആനും സുന്നത്തും അവഗണിച്ച് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാസപ്പിറവി പ്രഖ്യാപിക്കാൻ വേണ്ടി ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചതിന് ഇസ്ലാമികമായി എന്ത് പിൻബലത്തിന്റെ രേഖയാണ് അവർക്ക് സമർപ്പിക്കാൻ സാധിക്കുക? സാധിക്കില്ലല്ലോ സഹോദരന്മാരെ. ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ച സത്യത്തിൽ ബിദ്അത്തല്ലേ? പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമല്ലേ? സച്ചരിതരായ മുൻഗാമികളുടെ മാതൃകയ്ക്ക് വിരുദ്ധമല്ലേ? മീലാദി കമ്മിറ്റി ഉണ്ടാക്കൽ ബിദ്അത്താണെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കാൻ എന്ത് തെളിവിന്റെ ശകലമാണ് കൊണ്ടുവരാൻ സാധിക്കുക? സത്യത്തിൽ ഈ ബിദ്അത്ത് കൊണ്ടാണ് സമൂഹത്തിൽ സകലമായ പ്രശ്നങ്ങളും ഉണ്ടായത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ റമദാൻ മാസപ്പിറവിയിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച ശൈലി, അവരുടെ കണക്കനുസരിച്ച് കേവലം 3 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കു പോകുമെന്ന നിഗമനം അനുസരിച്ച് അവർ സ്വീകരിച്ച സമീപനം ആര് കണ്ടാലും, എത്ര ആളുകൾ കണ്ടാലും, എവിടെ വച്ച് കണ്ടാലും ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താണ് ഈ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകുന്നത് നല്ലതല്ല, അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാനാണ് ഉത്തമം. മുജാഹിദ് പറയും, അല്ല, പള്ളിയിൽ കൊണ്ടുപോകാൻ നല്ലതാണ്, സ്ത്രീകൾക്ക് പള്ളിയാണ് ഉത്തമം. ഘടകവിരുദ്ധം. ഈ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? നേരെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അധ്യാപനത്തിന് വിരുദ്ധമായി കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കുക എന്ന പ്രവാചകരുടെ നിർദ്ദേശം അങ്ങനെ തന്നെ അവഗണിച്ച് ആര് കണ്ടാലും ഞങ്ങൾ സ്വീകരിക്കില്ല. നേരിട്ട് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ ചോദ്യം ചെയ്യുന്ന രീതി എത്രമാത്രം അപമര്യാദയാണ്, എത്രമാത്രം ഭീകരമായ തെറ്റാണ്. അല്ലെങ്കിലും നിങ്ങൾ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കൂ. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നാ മുജാഹിദ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. നമ്മുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി പറയാണ്, തിരുവനന്തപുരം ട്രെയിൻ 7:15 പോയി. അല്ലല്ല, തിരുവനന്തപുരം ട്രെയിനിന്റെ ടൈം 7:17 പോയിട്ടുണ്ടാവൂല. അല്ല ചങ്ങാതി, പോയത് ഞാൻ കണ്ടതാണ്. കണ്ടതല്ല, സമയം അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യം. ട്രെയിൻ പോയി, പക്ഷെ പോയിന്ന് കണ്ടാ സ്വീകരിക്കൂലെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടോ അത് സ്വീകരിക്കണമെന്ന് കൽപ്പിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കണ്ണടച്ച് നിഷേധിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്.
ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കണ്ടു എന്ന യാഥാർത്ഥ്യം ശരിയല്ല എന്നാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അവരാരോപിക്കുന്നത് കേവലം സുന്നികൾ വാശിക്ക് വേണ്ടി കണ്ടു എന്ന വികലവാദം ഉന്നയിക്കുകയാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ആ മാസപ്പിറവി കേരളത്തിൽ ദൃശ്യമാകുന്ന സമയത്ത് ഞാൻ ദുബൈയിലാണ് അന്ന് സ്ഥലത്തുള്ളത്. UAE ദുബൈയിലാണ് അന്ന് ഞാൻ താമസിക്കുന്നത്. ആ മാസപ്പിറവി കാണുന്ന തലേ ദിവസം അവിടെ പത്രത്തിൽ വന്ന വാർത്ത ശ്രദ്ധേയമാണ്. കേരളത്തിലെ മാത്രം പ്രശ്നമല്ലത്. അന്നത്തെ തൊട്ട് ഈ 22-ന്റെ തൊട്ട് തലേ ദിവസത്തെ പത്രം, വെള്ളിയാഴ്ച 21-ലെ പത്രം, വ്യാഴാഴ്ചയിലെ പത്രം, UAE മിക്ക പത്രങ്ങളും ഗോളശാസ്ത്ര വിദഗ്ധന്മാരുടെ കണക്ക് നിരത്തി ഗോളശാസ്ത്ര നിഗമനം അനുസരിച്ച് നാളെ 22-ന് ലോകത്തെവിടെയും മാസപ്പിറവി ദൃശ്യമാകാൻ സാധ്യതയില്ല. കേരളത്തിൽ മാത്രമല്ല. മുജാഹിദ് പ്രസ്ഥാനം അന്ന് പറഞ്ഞ് കേരളത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ കാണില്ലെന്ന് പറഞ്ഞു. ലോകത്ത് എവിടെയും മാസപ്പിറവി ദൃശ്യമാകില്ലെന്ന് ഗോളശാസ്ത്ര വിദഗ്ധന്മാർ മറ്റ് രാജ്യങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള പത്രം, ഈ കാണുന്ന പത്രം മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയാണ്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക എന്ന് പറയുമ്പോൾ ഗൾഫിൽ മാത്രം പ്രിന്റ് ചെയ്യുന്ന വളരെ ആകർഷകമായ കളറിൽ സംവിധാനിച്ച ഈ ചന്ദ്രിക പത്രത്തിന്റെ സെപ്റ്റംബർ 21-ന്റെ 2-ാം പേജിലെ പ്രധാന വാർത്ത ശ്രദ്ധേയമാണ്, നമ്മൾ കാണേണ്ടതാണ്. അതിൽ കൊടുത്ത പ്രധാന വാർത്ത എന്താണ്? തലവാചകം തന്നെ ഇങ്ങനെയാണ്: സൂര്യഗ്രഹണം റമലാൻ മാസപ്പിറവി ദൃശ്യമാവാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. 3 കോളം വലിയ വാർത്തയാണ് ചന്ദ്രിക ഗൾഫ് എഡിഷൻ കൊടുത്തിട്ടുള്ളത്. വളരെ കൃത്യമായി ആ പത്രത്തിൽ എഴുതുന്നത് ദുബൈ വെള്ളിയാഴ്ച വർത്തുള രൂപത്തിലുള്ള സൂര്യഗ്രഹണം പ്രത്യക്ഷപ്പെടുന്നത് കാരണം റമലാൻ മാസപ്പിറവി ദൃശ്യമാകുന്നതിന് തടസ്സമാകുമെന്ന് ഗോളശാസ്ത്ര ഗവേഷകർ വെളിപ്പെടുത്തി. ഭൂമിക്ക് ചുറ്റുമുള്ള ചാന്ദ്രിക പ്രദക്ഷിണം സെപ്റ്റംബർ 22 വെള്ളിയാഴ്ച അവസാനത്തോടെടുക്കുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്നത് കൊണ്ട് മാസപ്പിറവി കാണുന്നതിന് തടസ്സമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. തുടർന്ന് പറയുന്നു, ഇത് കാരണം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റമലാൻ 1 ഞായറാഴ്ചയായിരിക്കുമെന്നും സൗദി ഗോള ഗവേഷകൻ മുഹമ്മദ് അൽ റൗസാൻ അൽ ഷായി പറഞ്ഞു. ഇത് കാരണം അവിടെ മാസം കാണൂല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ വികലമായ തീരുമാനം അറിയിക്കുന്ന ചില ഒറ്റപ്പെട്ട ഗോളശാസ്ത്ര പണ്ഡിതന്മാർ അവിടെയുമുണ്ട്. അവർ പറഞ്ഞു കാണില്ല. അതുകൊണ്ട് മുജാഹിദിനെ പോലെ റമലാൻ 1 ഞായറാഴ്ചയാണെന്ന് അവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ചന്ദ്രിക പത്രം പറയുന്നു. നമ്മളൊക്കെ വിചാരിച്ചു കണക്കല്ലേ ശരി എന്നായിരിക്കും വിചാരിച്ചു. അപ്പോഴല്ലേ ഇഷ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് സാക്ഷാൽ സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായി. സൗദി ജുഡീഷ്യറി സുപ്രീം കൗൺസിൽ പിറ്റേ ദിവസം ശനിയാഴ്ച റമലാൻ 1 തീരുമാനിച്ചു. ഇത് ഗൾഫിലെ ഗോളശാസ്ത്ര വിദഗ്ധന്മാർ മാത്രമല്ല പറഞ്ഞത്. ഗൾഫിലെ ഗോളശാസ്ത്ര വിദഗ്ധന്മാർക്കൊപ്പം കേരളത്തിലെ ഔദ്യോഗിക കേന്ദ്രം വിഭാഗത്തിന്റെ മുഖപത്രമാണ് ഈ കാണുന്ന വിചിന്തനം. ഈ വിചിന്തനത്തിന്റെ ഒക്ടോബർ 13-ന്റെ ലക്കത്തിൽ അവർ വലിയ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 22-ന് ലോകത്തൊരിടത്തും ചന്ദ്രക്കല ദൃശ്യമാവില്ല. ഗൾഫ് ഗോളശാസ്ത്രജ്ഞന്മാർ ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും ഗോളശാസ്ത്ര വിദഗ്ധന്മാരുടെ പ്രസ്താവന എടുത്ത് ആധികാരികമായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മാത്രമല്ല 22-ന് ലോകത്തെവിടെയും മാസപ്പിറവി ദൃശ്യമാകില്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായി ഇക്കഴിഞ്ഞ 22-ന് സാക്ഷാൽ സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായി. റമലാൻ 1 ശനിയാഴ്ചയിൽ ഉറപ്പിച്ചു, ദുബായിൽ ഉറപ്പിച്ചു, അബുദാബിയിൽ ഉറപ്പിച്ചു, ഷാർജയിൽ ഉറപ്പിച്ചു, ഫുജൈറിൽ ഉറപ്പിച്ചു, റാസൽ ഖൈമയിൽ ഉറപ്പിച്ചു, ഉമ്മുൽ ഖുവൈയിൽ ഉറപ്പിച്ചു, കുവൈത്തിൽ ഉറപ്പിച്ചു, ഖത്തറിൽ ഉറപ്പിച്ചു, ബഹ്റൈനിൽ ഉറപ്പിച്ചു. ഞാൻ ആ പട്ടിക നീട്ടി പറയുന്ന ലോക മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ മാസപ്പിറവി കണ്ടു. അവരൊക്കെ ഉറപ്പിച്ചു. ഗോളശാസ്ത്രം നിഗമനം പറയുന്നു 22-ന് ലോകത്തെവിടെയും മാസപ്പിറവി കാണില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ലോകത്തെവിടെയും മാസപ്പിറവി കാണില്ല. പക്ഷേ യാഥാർത്ഥ്യമാണ്. കണ്ട സത്യം നിരാകരിക്കാൻ കഴിയില്ലല്ലോ. ഗോളശാസ്ത്രത്തിന് വന്യരായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകാരം നൽകുന്നതില്ലെന്നതുപോലെ ലോക പണ്ഡിതന്മാരും അംഗീകാരം നൽകാത്തതിനാൽ മാസപ്പിറവി ദർശിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഏർപ്പാട് ചെയ്തു, കണ്ടു, സ്ഥിരീകരിച്ചു. ഇത് കേരളത്തിൽ മാത്രം ഒറ്റപ്പെട്ട സംവിധാനമല്ല. സുന്നികൾ സൗദി പോയി മാസപ്പിറവി കാണും. ദുബായിൽ പോയി സുന്നികളാണോ മാസപ്പിറവി കണ്ടത്? കേരളത്തിലെ സുന്നികൾ, കേരളത്തിലെ സമസ്തക്കാരാണോ സൗദിയിലും കുവൈത്തിലും ഖത്തറിലും പോയി മാസപ്പിറവി കണ്ടത്?
ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സംഭവം എന്നും എക്കാലത്തും ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. 99 ജനുവരിയിൽ 17-ന് 3 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ എവിടെയും 18-ന് ശവ്വാൽ മാസപ്പിറവി കാണില്ല എന്ന് നേരത്തെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചു. അവിടെ കലണ്ടറിൽ കണ്ട വിവരമാണ്. പക്ഷേ നമ്മൾ ലോകം അന്ന് കണ്ടു 99 ജനുവരി 17-ന് 3 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പറഞ്ഞ അതേ സമയം മക്കയിൽ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാവുകയും സൗദി സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ പിറ്റേ ദിവസം ശവ്വാൽ 1 ഉറപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സംഭവം മാത്രമല്ല, ഒരു സാമ്പിൾ കൂടി പറയാം. 98 ഡിസംബർ 18 അന്ന് റമദാൻ മാസപ്പിറവി ലോകത്ത് ഒരു രാജ്യത്തും ദൃശ്യമാകില്ല എന്ന് ആധികാരികമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രഖ്യാപിച്ചു. അവരുടെ കണക്കുകൾ കലണ്ടറിൽ രേഖപ്പെടുത്തി. പക്ഷെ അറബ് രാജ്യങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായി പിറ്റേന്ന് റമദാൻ 1 ഉറപ്പിച്ചു. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എന്താണ് ഈ കാണുന്നതിന്റെ അർത്ഥം? ഞാൻ 2-3 സാമ്പിളുകൾ പറഞ്ഞതാ. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കലണ്ടർ കണക്ക് നിങ്ങൾ നോക്കൂ. മുജാഹിദ് കാണില്ല എന്ന് കണക്ക് കൂട്ടി പറഞ്ഞ സമയത്ത് ലോകത്ത് പലപ്പോഴും അതിന് വിരുദ്ധമായി കേരളത്തിൽ മാത്രമല്ല ലോക മുസ്ലിം അറബ് രാജ്യങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായിട്ടുണ്ട്. അപ്പൊ എന്തോ അപാകത കണക്ക് കൂട്ടലിട്ട് എന്നല്ലേ തെളിയിക്കുന്നത്? വന്യരായ ഉസ്താദ് പറഞ്ഞ പോലെ ഖത്ഈ കണക്ക് ഖണ്ഡിതമല്ല. ഇമാം സുബിക്കി റളിയല്ലാഹു പറഞ്ഞത് ഖണ്ഡിതമായ കണക്ക് പറഞ്ഞാൽ എന്ന ഒറ്റപ്പെട്ട അഭിപ്രായമാണെങ്കിൽ പോലും പക്ഷെ കണക്ക് ഖണ്ഡിതമല്ല എന്ന് ആധികാരികമായി തെളിയിക്കുന്ന ഒന്നാമത്തെ രേഖയാണിത്. കേരളത്തിൽ മാത്രമല്ല ലോക മുസ്ലിം രാജ്യങ്ങളിൽ പലപ്പോഴും കണക്കിന് വിരുദ്ധമായി, ഈ പ്രാവശ്യവും കണക്കിന് വിരുദ്ധമായി മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കണക്ക് കൂട്ടലിന്റെ അവസ്ഥ. ഞാൻ യാദൃശ്ചികമായി ഈ കാര്യത്തിന് വേണ്ടി ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇക്കഴിഞ്ഞ ഒക്ടോബർ 22-ന് അവർക്ക് റമദാൻ 29 അവർക്ക് മാസപ്പിറവി കാണണമല്ലോ. അപ്പൊ അന്ന് മാസപ്പിറവി കാണുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ട് ചന്ദ്രൻ ചക്രവാളത്തിൽ എത്ര സമയമുണ്ട് നോക്കി ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ കിട്ടിയ കലണ്ടർ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പൊ ഞാൻ കലണ്ടർ നോക്കുമ്പോൾ ഓരോ കലണ്ടറിലും അസ്തമയ സമയം വേറെ വേറെയാണ്. ഇത്ര കുറ്റമറ്റ നിലയിൽ സെക്കൻഡുകൾക്ക് വ്യത്യാസമില്ലാതെ ഖഗോളശാസ്ത്ര വിദഗ്ധന്മാർ ഖണ്ഡിതമായി ആധികാരികമായി അസ്തമയവും ഉദയവും അതുപോലുള്ള മറ്റ് സൂര്യഗ്രഹണവും കൃത്യമായി പ്രവചിക്കുമ്പോൾ എന്തുകൊണ്ട് കണക്കംഗീകരിക്കുന്നില്ല എന്ന് വാചാലമായി ബുദ്ധിജീവികളെ ആകർഷിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന എഴുതുന്ന മുജാഹിദ് സുഹൃത്തുക്കളോട് വിനയപൂർവ്വം ഉണർത്തട്ടെ. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയ കലണ്ടർ സൗത്ത് ഗ്രാമീൺ ബാങ്കിന്റെ കലണ്ടറാണ്. സൗത്ത് ഗ്രാമീൺ ബാങ്കിന്റെ കലണ്ടർ ഞാൻ കയ്യിൽ കിട്ടി നോക്കുമ്പോൾ ഒക്ടോബർ 22-ന് മാസപ്പിറവി, ഒക്ടോബർ 22-ന് സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുക എന്ന് ഞാൻ നോക്കി. ഒക്ടോബർ 22-ന് ഈ കാണുന്ന ഇപ്പൊ നമ്മുടെ കലണ്ടർ തൂക്കിയിട്ട 2006 ഒക്ടോബർ 22-ന് ഈ കലണ്ടറിൽ ഒക്ടോബർ 22-ന് മുജാഹിദ് മാസപ്പിറവി കണ്ട അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് 6:01-നാണ് കോഴിക്കോട്. 6:01-നാണ് കോഴിക്കോട്. തിരുവനന്തപുരം വേറെയുണ്ട്, തൃശ്ശൂർ വേറെയുണ്ട്, കാസർഗോഡ് വേറെയുണ്ട്. അതേസമയം മാതൃഭൂമി കലണ്ടർ എന്ന് വന്നപ്പോൾ നോക്കി. മാതൃഭൂമി കലണ്ടർ വന്ന് നോക്കുമ്പോൾ അതേ 22-ാം തീയതി മാതൃഭൂമി കലണ്ടറിൽ സൂര്യൻ അസ്തമിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കൃത്യമായി പരിശോധിച്ച് നോക്കുമ്പോൾ 6:01-നല്ല മാതൃഭൂമി കലണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6:04-നാണ്. ഇപ്പൊ നമ്മുടെ മാതൃഭൂമി വീട്ടിലെ കലണ്ടർ പോയി കാണാൻ സാധിക്കും. അസ്തമയം 6:04, 3 മിനിറ്റ് വ്യത്യാസം, 3 സെക്കൻഡ് അല്ല വ്യത്യാസം. ചന്ദ്രിക കലണ്ടർ എടുത്തു നോക്കി. ചന്ദ്രിക കലണ്ടർ നോക്കുമ്പോൾ ഒക്ടോബർ 22-ന് സൂര്യാസ്തമയം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് വളരെ കൃത്യമായി പരിശോധിച്ചു നോക്കുമ്പോൾ സൂര്യാസ്തമയം നമുക്ക് കാണാൻ സാധിച്ചത് 6:06-നാണ്. നോക്കൂ നിങ്ങൾ, കേവലം 3 കലണ്ടറാണ് ഞാൻ എടുത്തു നോക്കിയത്. ഒന്ന് സൗത്ത് ഗ്രാമീൺ ബാങ്കിന്റെ കലണ്ടർ 6:01-ന് അസ്തമയം, മാതൃഭൂമി കലണ്ടർ 6:04-ന് അസ്തമയം, ചന്ദ്രിക കലണ്ടർ 6:06-ന് അസ്തമയം. 1 മിനിറ്റ് അല്ല, 2 മിനിറ്റ് അല്ല, 4ഉം 5ഉം മിനിറ്റ് സൂര്യാസ്തമയത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ 3 കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യാസം കണ്ടപ്പോൾ, വൈവിധ്യം കണ്ടപ്പോൾ ഇനി മനോരമയുടെ കലണ്ടർ കിട്ടിയിട്ടില്ല. ഒന്ന് ചിന്തിക്കുമ്പോഴല്ലേ പ്രശ്നം. വീട്ടിൽ പോയി നോക്കണം. 100 കൂട്ടം കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ കണക്കാണ് കാണാൻ സാധിക്കുക. ഈ കണക്കാണോ കുറ്റമറ്റ കണക്കെന്ന് പറയുന്നത്?
ആരെയാണ് മുജാഹിദ് പ്രസ്ഥാനം വഞ്ചിക്കുന്നത്? രണ്ടാമത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി പറയാ, ഗോളശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകളും നിഗമനങ്ങളും എത്രമാത്രം ശരിയാകാറുണ്ട് എന്നതിന് പ്രകടമായ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ കാണുന്ന പത്രം മാതൃഭൂമി ദിനപത്രമാണ്. മാതൃഭൂമി ദിനപത്രം ഈ നവംബർ 19, 98 പ്രസിദ്ധീകരിച്ചതാ. എന്താ ഈ 98 പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രത്തിന്റെ പ്രത്യേകത? പത്രത്തിന്റെ പ്രത്യേകത, അതിന്റെ തലേ ദിവസം 18-ാം തീയതി ലോകത്താകമാനം ഒരു മഹാത്ഭുതം നടക്കുമെന്ന് ഗോളശാസ്ത്ര വിദഗ്ധന്മാർ മുൻകൂട്ടി പ്രവചിച്ചു. അവർ പ്രവചിച്ചത് മണിക്കൂറിൽ 200 മുതൽ 5000 വരെ ഉൽക്കാശകലങ്ങൾ ലോകത്താകമാനം പൂമഴയായി പെയ്ത് മാനത്ത് വർണ്ണോത്സവം ഒരുക്കുമെന്നാണ് അവരൊക്കെ പ്രവചിച്ചത്. നമ്മുടെ കോഴിക്കോട് പ്ലാനറ്റോറിയം ഉൾപ്പെടെ ലോകത്തെ മുഴുവൻ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഈ വർണ്ണോത്സവം കാണാൻ വേണ്ടി ആകാശത്തിലേക്ക് കണ്ണും തട്ട് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ തൊട്ട് പിറ്റേ ദിവസം പത്രം മാതൃഭൂമി ഫസ്റ്റ് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിരുന്നവർക്ക് നിരാശ, ഉൽക്ക മഴ പേരിന് മാത്രം. എന്താ പേരിന് മാത്രം? ഇവിടെ ഒന്നും ആ പരിപാടി ഉണ്ടായിട്ടില്ല. കുറെ കോഴിക്കോട് പോയിരുന്നു ആൾക്കാർ, കുറെ കഴിഞ്ഞപ്പോൾ യാല്ല പിരിഞ്ഞു പോയി. ജപ്പാനിൽ എവിടെയോ ചില്ലറ ഉണ്ടായി. എന്തേ ഗോളശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞ് നടക്കാതിരുന്നത്, കണക്കൂട്ടൽ തെറ്റിയത്? അവർ തന്നെ പറയട്ടെ. അന്തർ സർവകലാശാല ജ്യോതിശാസ്ത്ര പഠന കേന്ദ്ര ഡയറക്ടർ ജയന്തി നർലിക്കർ പറഞ്ഞത്, ഉൽക്കമഴ കാണാത്തതിന് കാരണം വ്യക്തമല്ല. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടും വിശകലനങ്ങളും വന്ന ശേഷമേ എന്തെങ്കിലും പറയാനാവൂ. വിവരമില്ല, എന്താ സംഭവിച്ചത്, കണക്ക് തെറ്റിക്കണ്, പിന്നെ പറയാന്ന് പറഞ്ഞത്. ഇത്തോതിൽ പലരുടെയും പ്രസ്താവന ഉണ്ട്. സമയം വൈകിയത് കൊണ്ട് ഞാനത് മുഴുവൻ വായിച്ചു തീർക്കുന്നില്ല. പക്ഷേ കൂട്ടത്തിൽ പറയട്ടെ, ഈ ഗോളശാസ്ത്ര വിദഗ്ധന്മാരുടെ കണക്ക് ഈ വിധത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി നമുക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഈ ചക്രവാളത്തിൽ അസ്തമിച്ചു എന്ന് കണക്കാക്കുന്ന ചന്ദ്രനെ 2, 3, 4 മിനിറ്റൊക്കെ ആകുമ്പോൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ ശാസ്ത്ര വിഭാഗം ഒരു പ്രധാനി വളരെ കൃത്യമായി ഒരു ലേഖനം ഈ ഇടക്കാലത്ത് വിവാദമുണ്ടായപ്പോൾ കേരളത്തിലെ പത്രങ്ങളിൽ പേര് വെച്ചെഴുതിയിരുന്നു. അതിന് ഖണ്ഡനം വന്നിട്ടില്ല. ഞാനതിൻ്റെ വസ്തുതകളും ഉദ്ധരണികളും വായിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുന്നില്ല. ശാസ്ത്രീയമായി അദ്ദേഹം പറഞ്ഞു, ഇത് കൃത്യമായി അസ്തമിക്കുമെന്ന് പറഞ്ഞാലും അസ്തമിച്ച ചന്ദ്രൻ 3 ലക്ഷത്തിൽ പരം കിലോമീറ്ററുകൾ ദൂരെ നിന്ന് പ്രകാശരശ്മി സഞ്ചരിച്ചാണ് മനുഷ്യന്റെ നേത്രം കൊണ്ട് നോക്കിക്കാണുന്നത്. സ്ഥാന വ്യതിചലനത്തിന് വളരെയേറെ സാധ്യതയുണ്ട്. കണ്ടു എന്ന് പറഞ്ഞത് ഗോളശാസ്ത്ര നിഗമനമനുസരിച്ച് തന്നെ നിരാകരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം പറയട്ടെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കീർണമായ നൂലാമാലയുടെ കണക്ക് കൂട്ടി ഈ ജനങ്ങൾക്ക് അപ്രാപ്യമായ മസ്അലകളുമായി രംഗത്തെ മതം വന്ന മതമല്ല. ദീൻ യുസ്റാണ്, ദീൻ ലളിതമാണ്. ഈ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് കൊച്ചുദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന വാർത്താവിനിമയ ബന്ധം അറ്റുകിടക്കുന്ന ആ പ്രദേശത്തെ ആളുകൾക്കും മാസപ്പിറവി പ്രായോഗികമാകണം. വനാന്തരങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്കും മാസപ്പിറവി പ്രായോഗികമാകണം. എല്ലാവർക്കും പ്രായോഗികമായ മസ്അല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടാൽ നോമ്പെടുക്കുക, ഇല്ലെങ്കിൽ മേഘാവൃതമാണെങ്കിൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. അതാണ് യഥാർത്ഥ ഇസ്ലാം. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട്, ഞങ്ങൾ മാസപ്പിറവിയുടെ കാര്യത്തിൽ കണക്കിന് അങ്ങനെ തന്നെ ആശ്രയിക്കുന്നില്ല. കണക്ക് കാണൂല എന്ന് പറഞ്ഞാൽ കാണൂല എന്നേ പറയുന്നുള്ളൂ. കണക്കല്ല, ഞങ്ങൾ ആധാരം കാണുന്ന വേണമെന്നാ. അതൊക്കെ വെറുതെ പറയാം. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ഒരു വിഭാഗം പണ്ഡിതന്മാരും അവരെ സാധാരണക്കാരും ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം ആളുകൾ മേഘത്തിന് അതീതമായി ആ ചന്ദ്രക്കല ആകാശലോകത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് കണക്കറിയിച്ചാൽ അത് അംഗീകരിക്കണമെന്നാണ് ആധികാരികമായി പറയുന്നത് എന്ന് വളരെ കൃത്യമായി അവരുടെ പത്രങ്ങൾ തന്നെ സാക്ഷിയാണ്. ചന്ദ്രിക പത്രം സാക്ഷിയാണ്. ഞാൻ വൈകിയത് കൊണ്ട് ഉദ്ധരിക്കുന്നില്ല. ഇസ്ലാഹി പത്രം വളരെ കൃത്യമായി എഴുതി. കോയക്കുട്ടി ഫാറൂഖി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ജംഇയ്യത്തുലമയുടെ പ്രധാനി ഈ കഴിഞ്ഞ മുഴുവൻ പെരുന്നാളുകളും ആഘോഷിച്ചത്, ഈ കഴിഞ്ഞ മുഴുവൻ റമദാനുകളും നോമ്പെടുത്തത് കേവലം കണക്കുകളെ മാത്രം ആസ്പദമാക്കിയാണ്. ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനം വകവച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. കണക്കിലേക്കുള്ള പോക്ക് വന്യരായ ഉസ്താദ് പറഞ്ഞതുപോലെ ഷിയാ പ്രസ്ഥാനമായ റാഫിലിയാക്കളാണ് ലോക ചരിത്രത്തെ ആദ്യമായി കണക്കുകൾ ആധാരമാക്കണമെന്ന് പറഞ്ഞത്. ബിദ്അത്തിലേക്കുള്ള പോക്കാണ്, ഷിയായിസത്തിലേക്ക് പോക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ, ബഹുമാനമുള്ള ഉസ്താദുമാരെ, അള്ളാഹു ഈ കൂടിച്ചേർന്നത് സമൂഹത്തിനെ സത്യം ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുയുടെ കഴിയുന്ന ഓരോ സമയവും ഈ കാലഘട്ടത്തിന് യോജിച്ച ഏറ്റവും നല്ല ഒരു ദീനീ പ്രവർത്തനമായി അള്ളാഹുവിൽ നിന്ന് നമ്മിൽ നിന്ന് അംഗീകരിക്കുകയും അള്ളാഹു നമുക്ക് പരലോകത്ത് പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, വളരെ ആധികാരികമായി ഇവിടെ കാര്യങ്ങളൊക്കെ നേതാക്കൾ വിശദീകരിച്ചു. സമയം വളരെ താമസിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബസ്സില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു വിശദീകരിച്ച പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇത് സമൂഹത്തെ അതിൻ്റെ ഐക്യം തകർക്കാൻ വേണ്ടി ചില തൽപരകക്ഷികളായ ആളുകൾ മെനഞ്ഞുണ്ടാക്കിയ പ്രവർത്തനം മാത്രമാണ്. സത്യത്തിൽ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി സൂചിപ്പിച്ചല്ലോ, എന്തടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുടെ ഖുർആൻ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊരു സാധ്യതയാണ് ഈ കമ്മിറ്റിക്ക് നിലനിൽക്കാനുള്ളത്? എന്തെങ്കിലും ഇന്നാലിന്ന ആയത്തിൻ്റെയോ ഇന്നാലിന്ന ഹദീസിൻ്റെയോ ലോകത്ത് ഇത് വളരെ ആധികാരികമായി തന്നെ പറയുകയാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വേദിയാണ്. മാസം ഉറപ്പിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയോ? എന്തടിസ്ഥാനമാണ് ഈ കമ്മിറ്റി കേരളത്തിൽ നിലവിൽ വന്നതിന് ശേഷമല്ലേ ജനങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? എന്തടിസ്ഥാനമാണ് ഈ കമ്മിറ്റിക്കുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലനിൽക്കുന്നത്? ഇത് കേരളത്തിലെ ആധികാരികമായ ഒരു സമൂഹത്തിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന പട്ടാളപ്പള്ളിയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നാണ് ചോദിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി നിലനിൽക്കുന്നത്? ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ ഏത് പിൻബലമാണ് ഈ ഹിലാൽ കമ്മിറ്റിക്കുള്ളത്? ഈ കമ്മിറ്റിയല്ലേ ഈ നാശങ്ങളൊക്കെ ഉണ്ടാക്കിയത്? മാസമുറപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിയോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പ്രവർത്തനം സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിലുണ്ടോ? താബിഈങ്ങളിലുണ്ടോ? താബിഈങ്ങളിലുണ്ടോ? ലോകത്തെവിടെയെങ്കിലും സ്വീകാര്യോഗ്യമായ ഒരു തെളിവ് ഈ ഹിലാൽ കമ്മിറ്റിയുടെ പേരിൽ പറയാൻ കഴിയും? വഞ്ചിക്കുകയല്ലേ മുസ്ലിം ഉമ്മത്തിനെ? ഇത് തമാശയാ? കോഴിക്കോട് മുഴുവൻ ഇവർ നോട്ടീസ് ഇറക്കി. ഞാൻ വളരെ വിഷമകരമായ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. വളരെ ഗൗരവമായൊരു സംഗതിയാണിത്. മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും സത്യത്തിൽ ചേരികളാക്കി മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണിത്. എൻ്റെ അടിസ്ഥാനമാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും എൻ്റെ അടിസ്ഥാനമാണ് ഈ ഹിലാൽ കമ്മിറ്റിക്കുള്ളത്. ഈ കമ്മിറ്റിയല്ലേ മുസ്ലിം ഉമ്മത്തിനെ ഈ കോലത്തിൽ നശിപ്പിച്ചിട്ടുള്ളത്? ഈ കമ്മിറ്റിയല്ലേ നാളിതുവരെ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ചോദിച്ച ചോദ്യം വീണ്ടും അടിവരയിടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന വേറെ ഒരു വിഭാഗമുണ്ടല്ലോ ഇവിടെ, തബ്ലീഗ് ജമാഅത്തി എന്ന വേറെയും വിഭാഗമുണ്ടല്ലോ ഇവിടെ. എൻ്റെ ഇവർക്കൊക്കെ ഹിലാൽ കമ്മിറ്റി ഉണ്ടാകാഞ്ഞു? എൻ്റെ അടിസ്ഥാനമാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലത്തിൽ ഏത് അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി നിലനിൽക്കുന്നത്? ഇത് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിം ഉമ്മത്ത്, കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ ഹിലാൽ കമ്മിറ്റിയെ ഒഴിവാക്കാതെ, ഇതിനെതിരെ മുസ്ലിം ബഹുജന പ്രസ്ഥാനം ഉണരാതെ മുസ്ലിം ഉമ്മത്തിൽ ഒരിക്കലും ഒരു ഐക്യമുണ്ടാവുക ഒരു നിലക്കും സാധ്യമല്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെയുള്ള സ്വദേശരായ ശ്രോതാക്കൾ വളരെ ഗൗരവമായി ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിയിൽ പലരും ശ്രോതാക്കളായി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലനിൽക്കുന്നത്. ഈ കമ്മിറ്റി വന്നതിന് ശേഷം വളരെ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഈ വിഷയത്തിൽ ആഗോള മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട് തന്നെ ഈ സമൂഹത്തിനെതിരല്ലേ? ഷബാബ് വാരിക അനവധി ദിവസം പരസ്യം കൊടുത്ത ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണിത്. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭനായ ഒരു നേതാവ്, കേരളത്തിലെ പ്രഗത്ഭനായ മുജാഹിദ് വിഭാഗത്തിന് നിഷേധിക്കാൻ കഴിയാത്ത മുജാഹിദ് വിഭാഗത്തിന്റെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണിത്. എന്തിനെ
കോഴിക്കോട്ട് നിന്ന് പുറത്തിറങ്ങുന്ന മടവൂരിന്റെ ഹുസൈൻ മടവൂർ മൗലവിയുടെ പത്രാധിപത്യത്തിന് കീഴിലുള്ള അദ്ദേഹത്തിന്റെ വിഭാഗം കൈപ്പിടിയിൽ ഒരുക്കിയിട്ടുള്ള ശബാബ് വാരിക ആഴ്ചകളോളം പരസ്യം കൊടുത്തിട്ടുള്ള പുസ്തകമാണ്. എന്താ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടിന്റെ, ആഗോള മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടിന്റെ, സഊദി ഔഖാഫിന്റെ ഫത്വ വളരെ വ്യക്തമായി ഇടവ ഫത്വ നമ്പർ 2031 സഊദി ഔഖാഫിനോടുള്ള ചോദ്യം. ഇത് ചിന്തിക്കണം. ഇത് മുസ്ലിം ഉമ്മത്തിനെ ആട്ടിനെ പട്ടിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാവരും തിരിച്ചറിയണം. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് തമാശ പറയുകയല്ല. സഊദി ഫത്വ കമ്മിറ്റിയിലേക്ക് 2031 നമ്പർ ഫത്വ ചോദ്യം: ചന്ദ്രമാസാരംഭം നിർണയിക്കാനുള്ള മാർഗം എന്ത്? ഉത്തരം: ശഅബാൻ 29 മാസപ്പിറവി ദർശിച്ചതായി വിശ്വസ്തനായ ഒരാളോ റമളാൻ 29 മാസപ്പിറവി കണ്ടതായി വിശ്വസ്തരായ ഒന്നിലേറെ പേരോ സാക്ഷ്യം വഹിച്ചാൽ ആ സാക്ഷ്യം പരിഗണിക്കണം എന്ന് പ്രബലമായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സൂര്യാസ്തമനത്തിനു ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ എത്ര സമയം അവശേഷിക്കുമെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് 20 മിനിറ്റോ അതിൽ കൂടുതലോ അതിൽ കുറവോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇത് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ മുജാഹിദ് വിഭാഗത്തിന്റെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന അനിഷേധ്യനായ നേതാവും മടവൂർ വിഭാഗം കൈപ്പിടിയിൽ ഒടുക്കിയിട്ടുള്ള ശബാബ് വാരിക മാസങ്ങളോളം പരസ്യം കൊടുത്തിട്ടുള്ള MI മുഹമ്മദ് അലി സുല്ലമിയുടെ ആധികാരിക പുസ്തകമാണ്. സഊദി ഔഖാഫിന്റെ ഫത്വ രേഖപ്പെടുത്തുകയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രൻ എത്ര മിനിറ്റ്, 20 മിനിറ്റോ അതിൽ കൂടുതലോ അതിൽ കുറവോ എന്നൊന്നും പരിഗണിക്കേണ്ടതില്ല. സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ അസ്തമിക്കാനെടുക്കുന്ന സമയം കണക്കാക്കണമെന്ന് ഹദീസുകളിൽ പറയുന്നില്ല. ഇതാണ് കണക്കുകളിൽ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഇത്ര സമയം ചക്രവാളത്തിൽ ഉണ്ടാകണമെന്ന കണക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. പകരം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ആഗോള മുസ്ലിം ഉമ്മത്തിന്റെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കണക്കുകാർക്ക് കണക്ക് പറയാവുന്നതാണ്. പക്ഷേ ആ കണക്കിനെ മറികടന്നുകൊണ്ട് ഷഹാദത്ത് വരികയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്ന സാക്ഷ്യമല്ലേ ഈ കൊല്ലവും നടന്നിട്ടുള്ളത്? തമാശയാണോ പറഞ്ഞത്? ചന്ദ്രിക, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക പ്രസിദ്ധീകരിച്ച ഉദ്ധരണി ഇവിടെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് വായിച്ചല്ലോ. എന്ത് മറുപടിയാണ്? വളരെ സ്വദേശപരമായി ചോദിക്കട്ടെ, മുജാഹിദ് സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, എന്തു മറുപടിയാണ് ഇത് സംബന്ധമായി പറയാനുള്ളത്? വിചിന്തന വാരിക പറഞ്ഞില്ലേ, ലോകത്ത് ഒരിടത്തും ശനിയാഴ്ച നോമ്പൊന്നാകാൻ സ്ഥിരയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണക്ക് ആഗോളതലത്തിലുള്ള ചില ആളുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് കൂടിയും അതിനെതിരെ തീരുമാനമെടുത്തില്ല ലോക മുസ്ലിം രാജ്യങ്ങൾ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ പിന്നെ ചില ആളുകൾ ചോദ്യമുണ്ട്, എന്നാൽ എന്റെ തെക്കൻ കേരളത്തിൽ ഉണ്ടാകാഞ്ഞു, എന്നാൽ എന്റെ വടക്കൻ കേരളത്തിൽ ഉണ്ടാകാഞ്ഞു എന്ന നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുകയാണ്. വളരെ ഗൗരവമായി ആ കാര്യം ചിന്തിക്കണം. എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പെടുക്കാൻ ഏതൊരു കാളിയുടെ കീഴിലാണോ ഒരു സമൂഹമുള്ളത് ആ കാളി കാര്യത്തെ സ്ഥിരീകരിക്കപ്പെടുകയും ഷഹാദത്തിന്റെ ആളുകൾ ആ കാളിയിലേക്ക് എത്തിച്ചേരുകയും എന്നിട്ട് ആ കാളി കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കാളിക്ക് കീഴിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാണ്. കമ്മിറ്റിക്കല്ല, കാളിക്കാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ സാക്ഷിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട്ട് ഉറപ്പിച്ചില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉറപ്പിച്ചില്ല, അവിടുത്തെ കാളിമാർ ഈ കാര്യം ഉറപ്പിച്ചില്ല എന്ന കാര്യം സ്ഥിരീകരിച്ച് മാസം ഉറപ്പിച്ച കാളിമാരുടെ കലാൽ ദുർബലമാകുമെന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അടിവരയിട്ട് ഞാൻ ആ കാര്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഉറപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഉറപ്പിച്ചില്ലല്ലോ, കർണാടകത്തിൽ ഉറപ്പിച്ചില്ലല്ലോ, ബംഗ്ലാദേശിൽ ഉറപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്? ഒരു കാളി ഷാഹിദായ ആളെ കാണുകയും അയാളെ ആ കാര്യത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കുകയും അയാൾ ആ കാര്യം
സ്ഥിരീകരിക്കുകയും ചെയ്തതിനു ശേഷം കാളിക്ക് കാര്യത്തെ ബോധ്യപ്പെട്ടപ്പോൾ കാളി മാസമുറപ്പിക്കുകയും ആ അടിസ്ഥാനത്തിൽ ആ കാളിയുടെ കീഴിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാവുകയും ചെയ്തു. എന്നത് മറ്റേതെങ്കിലും ഒരു കാളി ഉറപ്പിച്ചില്ല എന്നതിന്റെ പേരിൽ ഉറപ്പിച്ച കാളിയുടെ ഖലാ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഫിഖിന്റെ ഉദ്ധരണി കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? കോഴിക്കോട്ട് പല പത്രങ്ങളുണ്ട്, തോന്നിയതുപോലെ എഴുതാവുന്നതാണ്. നമ്മൾ എഴുതി കൊടുക്കുന്നതൊക്കെ അച്ചുകൂടങ്ങളിൽ അച്ചടിക്കുന്നതുമാണ്. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഏതു ഫിഖഹിന്റെ പിൻബലമാണുള്ളത്? വളരെ വ്യക്തമായി ചിന്തിക്കണം. ഇത് നിസ്സാരമായ കാര്യമാണ്. നേരത്തെ ഹമീദ് ഫൈസി പറഞ്ഞില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് തങ്ങൾ രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഹദീസിലെ ഇത് ലളിതമാണ് സംഗതി, വളരെ ലളിതമായ കാര്യം. ദീന് യുസ്റാണല്ലോ, എളുപ്പമുള്ള കാര്യമാണല്ലോ. മുസ്തഫ നബിയുടെ അരികിലേക്ക് അറാബിയായ അപരിഷ്കൃതനായ ഗ്രാമീണനായവർ വന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇത് വളരെ ലളിത, ഇത് ഇത്ര വേല സങ്കീർണമാക്കേണ്ട ഒരു പ്രശ്നമേ അല്ല. വളരെ ലാളിത്യത്തോടുകൂടെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോക്കൂ, കാര്യത്തെ നോക്കിക്കാണുന്നത് ഈ അറാബി അപരിഷ്കൃതൻ വന്നിട്ട് നാഗരികതയുടെ ഗുണവിശേഷണങ്ങൾ അറിയാത്ത, അതിന്റെ ഒരു കാര്യവും അറിയാത്ത അപരിഷ്കൃതനായ ഒരു ആൾ ഹബീബായ നബിയുടെ അരികിൽ വന്നു. മുസ്തഫ നബിയോട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ ചന്ദ്രമാസപ്പിറവി കണ്ടിട്ടുണ്ട് നബിയേ. ഹൈ ഹിലാൽ റമളാൻ ഫഖാല റസൂലുള്ളാഹി, ഉറക്കെ പറയും, ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിച്ചു. ഇത് സങ്കീർണല്ല, ഇത് വളരെ നിസ്സാരാണ്. ഇതൊരു കമ്മിറ്റി അങ്ങോട്ട് നാശാക്കി കളഞ്ഞതാണ്. ഇത് വളരെ നിസ്സാരമുള്ള ഒരു വിഷയമാണ്. ഒരാൾ വന്നിട്ട് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ? കാരണം വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. ആ തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹു റസൂലാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ? കാരണം അതുണ്ടെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്താ മനുഷ്യന്മാരെ ഈ പറയുന്നത്? ഇതെന്തിനങ്ങനെ സങ്കീർണാക്കേണ്ട പ്രശ്നം? ഇത് വെറുതെ നാശമുണ്ടാക്കാം. വെറുതെ ഒരു വിഭാഗം, ഒരു കാര്യം, ഒരു സമൂഹം ഉത്തരവാദിത്വത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ അതിനെതിരെ അനൈക്യമുണ്ടാക്കിയാലല്ലേ ആളാകാൻ പറ്റൂ. അതിനു വേണ്ടിയുള്ള പരിപാടികൾ മാത്രം. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് സങ്കീർണല്ല പ്രശ്നം. എനിക്കിതിന്റെ സങ്കീർണാക്കണ കാര്യം തന്നെ മനസ്സിലാവണില്ല. ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? നിന്റെ വാപ്പാരാ, നിന്റെ ഉമ്മാരാ? ഇതൊന്നല്ല ചോദ്യം. നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. റസൂലുള്ളാഹിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അപ്പം നീ മുസ്ലിം ആണല്ലോ. ഉടനെ ഫഖാല യാ ബിലാൽ, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിന്തിക്കണം, ഇത് സങ്കീർണല്ല. ഇത് വളരെ നിസ്സാരമുള്ള ഒരു കാര്യത്തിന് ഇവിടെ ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ടുണ്ട് ചില ആളുകൾ. പലരും വാങ്ങിയിട്ടുണ്ട്. ചില അച്ചാരം കൂടുതൽ വാങ്ങിപ്പോയി. അവരാണ് മഹാന്മാരായ അമ്പിയാക്കന്മാര് ഫിത്രത്തായ ഖിതാൻ പോലും നിഷേധിച്ചത് ഇല്ലേ? ഈ നോമ്പിന്റെ അവസാനത്തെ ദിവസം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന വെള്ളിയില്ലാത്ത വെള്ളിക്കോൽ ഇവിടെ പറഞ്ഞില്ലേ? ഇതേ അവസാനത്തെ ദിവസം മുസ്ലിമീങ്ങൾ കേട്ടത്, അവർ കുറച്ച് കൂടുതലാണ് അച്ചാരം വാങ്ങിയത്. ഞാൻ വിശദീകരിക്കണില്ല. പലരും കായ വാങ്ങിയിട്ടുണ്ട്, അവർ കുറച്ച് കൂടുതൽ വാങ്ങി. അപ്പൊ അവർക്ക് ഒന്നും കൂടി കൂടുതൽ തലേണ്ട ആവശ്യം വന്നു. അവസാനത്തെ പെരുന്നാളിന്റെ തലേ ദിവസം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പശു പോയിട്ടും മോരിന്റെ പുളി പോകാത്ത ചില ആളുകൾ ഇവിടെ പ്രസ്താവന ഇറക്കിയില്ലേ? ചേലാകർമ്മം അനിസ്ലാമികം. അതിനും ചിരിക്കാനും കളകളാന്ന് പറയാനും ആളുകളുണ്ടായി. ആയിരക്കണക്കായ ആളുകളെ ആയിരക്കണക്കായ ആളുകൾ അവരെ കൂട്ടത്തിലുമുണ്ട്. ഇത് വളരെ ചിന്തിക്കണം. ഇത് തമാശയല്ല. ഈ മനുഷ്യനെ കേരളത്തിൽ, ഈ പറയപ്പെടുന്ന ചേകനൂരിനെ കേരളത്തിലെ ഓരോ നാട്ടിലല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുനടന്ന് വാദപ്രതിവാദത്തിന് വേണ്ടി കൊണ്ടു നടന്നിരുന്ന ആളുകൾ, ഈ പറയുന്ന വിഭാഗം തന്നെ അവരുടെ ആദ്യകാല നേതാക്കന്മാർ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ അക്കാര്യം വിശദീകരിക്കുന്നില്ല. കൂട്ടത്തിൽ പറയട്ടെ, ആ അവിശുദ്ധന്റെ രക്തത്തിൽ ഈ സഭക്ക് യാതൊരു ബാധകവുമല്ല, യാതൊരു പങ്കുമില്ല എന്ന് സാന്ദർഭികമായി, ആ അവിശുദ്ധന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഇടപാടുമില്ല സാന്ദർഭികമായി സൂചിപ്പിക്കുക. കാര്യത്തെ പറയാം. ഇത് സങ്കീർണം തന്നെയല്ല വിഷയം. ഇത് വളരെ നിസ്സാരാണ് കാര്യം. അതിനങ്ങോട്ട് പിടിച്ചിട്ട് സങ്കീർണാക്കിയിട്ട് അത് ബുദ്ധിമുട്ടിച്ചു.
ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പാണക്കാട് കൊടപ്പനക്കൽ കുടുംബത്തെയും കേരളത്തിലെ കാളിമാരെയും തറടിക്കാൻ വേണ്ടിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി മഞ്ചേരിയിലും കോഴിക്കോട്ടും പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വളരെ വിനയത്തോടെയും താഴ്മയോടെയും പറയുകയാണ്, നിങ്ങൾക്ക് ഏതു കാര്യം പറയാനുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പനക്കൽ കുടുംബത്തെയോ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിനെയോ തറടിച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കായ മുസ്ലിം ഉമ്മത്ത് അത് നോക്കി നിൽക്കുകയില്ലെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തോ ചെയ്തോളൂ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ, അതിലൊന്നും ഞങ്ങൾക്കൊന്നും പറയാറില്ല. നിങ്ങൾ ഒരാൾ നന്നായാൽ അവന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും സ്ഥിരീകരിക്കാത്ത ഒരു ഹിലാൽ കമ്മിറ്റിയുടെ പേരിൽ ഫസാദ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസത്തെ നോമ്പ് നശിപ്പിച്ചു കളഞ്ഞില്ലേ ഉമ്മത്തിന്റെ? ഇത് തമാശയാണോ? ഏതാ റമളാൻ മാസം, ഏതാ റമളാൻ നോമ്പ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി പറഞ്ഞത് മനഫ്തറ യൗമൻ മിൻ റമളാൻ, റമളാനിന്റെ ഒരു ദിവസത്തെ നോമ്പ് ഒരാൾ ഒഴിവാക്കി കളഞ്ഞാൽ ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലിഹി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു കൊല്ലം മുഴുവനും അയാൾ നോമ്പ് നോറ്റാലും ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലിഹി, ഒരു കൊല്ലം നോമ്പ് നോറ്റാലും അവന്റെ നോമ്പ് കളാ വീടുകയില്ല, അതിന്റെ പുണ്യം ലഭിക്കുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ പാണക്കാട്ടെ കുടുംബത്തോടും ഈ ബഹുമാനപ്പെട്ട കാളിമാരോടുമുള്ള നിങ്ങളുടെ ചിറ്റമ്മ നയം കാരണം കേരളത്തിലെ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിന്റെ നോമ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ചെറിയ കാര്യമാണോ? മുസ്ലിമീങ്ങളെ, ആരുടെ പിൻബലമാണ് ഇതിന്റെ പിന്നിലുള്ളത്? ആരുടെ പിൻബലമാണ് ഇതിന്റെ പിന്നിലുള്ളത്? ആരാണ് ലോക ചരിത്രത്തിൽ, ലോക ജനതയിൽ, ലോകത്തെ മുസ്ലിം ഉമ്മത്തിൽ ആരാണ് ഈ വിഷയത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം താമസിച്ചിട്ടുണ്ട്. ഇത് ഇബ്നു തൈമിയ്യയുടെ ഫത്വാവയാണ്. ഇപ്പട്ടാള പള്ളിയിലടക്കം എല്ലാ വെള്ളിയാഴ്ചയും പേര് പറയപ്പെടുന്ന ലോക സലഫിസത്തിന്റെ നേതാവല്ലേ ഇബ്നു തൈമിയ്യ? എന്താ ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? ഫത്വാവയുണ്ടാകുമല്ലോ, പരിശോധിച്ചു നോക്ക്. ഫത്വാവ തന്നെയുണ്ട് എൻ്റെ കയ്യിൽ, ഫത്വാവ കൊണ്ട് തന്നെയാണ്, തമാശ പറയുകയല്ല. എന്താണ് ഈ വിഷയത്തിൽ ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം? എന്താ? വളരെ ചിന്തിക്കണം. മിൻഹും, ചില ആളുകളുണ്ട്, ചില ഖാലിമാർ, മൻ യുസ്ഖി ഇലാ മാ യഖൂലുഹു ബഅലു ജുഖാലി അഹ്ലിൽ ഹിസാബ് അന്നൽ ഹിലാല യുറാ ഔ ലാ യുറാ, മാസം കാണും അല്ലെങ്കിൽ കാണപ്പെടുമെന്ന് പറയുന്ന, കാണപ്പെടില്ല എന്ന് പറയുന്ന, മാസം കാണൂല എന്ന് പറയുന്ന വിവരക്കേടായ ചില അഹ്ലുൽ ഹിസാബിന്റെ അഭിപ്രായത്തിലേക്ക് ചെവി കൊടുക്കുന്ന ആളുകളുണ്ട്. വയബ്നി അലാ ദാലിക ഹത്താ ബലഗനി അന്ന മിനൽ ഖുലാത്തി മൻ കാന യറുദ്ദു ഷഹാദത്തൽ അദദ് മിനൽ ഉദൂലി, നീതിമാന്മാരായ ആളുകളുടെ സാക്ഷ്യത്തെ പോലും തള്ളിക്കളയുന്ന പല ആളുകളെയും എനിക്കറിയാം. ഇത്തരം ആളുകൾ, ഇത്തരം മോശക്കാരായ ആളുകൾ, റുബ്ബമാ അജാസ്, ഇത്തരം ആളുകൾ മിമ്മൻ കദ്ദബ ബിൽ ഹഖ്, സത്യത്തെ കളവാക്കിയ ആളുകളാകുന്നു എന്ന് ഇബ്നു തൈമിയ്യ തന്നെ, ഇവർ പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ തന്റെ മജ്മുഅത്ത് ഫതാവ ഇബ്നു തൈമിയ്യയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റെ അഭിപ്രായമല്ല, ഈ ഹിസാബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ ആരാ നിങ്ങളെ പഠിച്ചത്? ലോക മുസ്ലിം ഉമ്മത്തിൽ ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ? നാട്ടിലെ മുഴുവനും ഈ സുബ്കി ഇമാമിന്റെ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചില്ല ഈ പാവപ്പെട്ടവരെ. എന്തേ സുബ്കി ഇമാമ് പറഞ്ഞത്? ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞത് ഇത് അഹ്ലുൽ ഹിസാബ് ഇത്തിഫാക്കാവുന്ന കാര്യമല്ലേ? അഹ്ലുൽ ഹിസാബ് എങ്ങനെ ഇത്തിഫാക്കാവും? എത്ര 100 കലണ്ടർ കൊണ്ടുവന്നാൽ 100 ഹിസാബ്, എന്ത് ഇത്തിഫാക്കിന്റെ കാര്യം ഈ പറയുന്നത്? ഇനി ഒരു 1000 കലണ്ടർ ഉണ്ടാക്കിയാൽ 1000 അഭിപ്രായം. ഓരോരുത്തരും, ഇനി ആര് ഇത്തിഫാക്കായാലും ആരും ഇത്തിഫാക്കാത്തവരും ആവാത്ത കൂട്ടരാണ് സുല്ലമുസ്സലാമിന്റെ കുലശാസ്ത്രജ്ഞന്മാർ. കാരണം അവർക്കൊന്നിരിക്കൽ 2 മിനിറ്റ് മുമ്പ് ബാങ്ക്, അല്ലെങ്കിൽ 2 മിനിറ്റ് ശേഷം കഴിഞ്ഞിട്ട് ബാങ്ക്. സാധാരണ മുഅ്മിനീങ്ങളോടുകൂടെ ബാങ്ക് കൊടുക്കാൻ തൗഫീഖ് ഇല്ലാത്ത ഒരൊറ്റ വിഭാഗം സുല്ലമുസ്സലാമിന്റെ കലണ്ടർ നോക്കിയിട്ട് ബാങ്ക് കൊടുക്കണവരാണ്. നിങ്ങൾ ഈ പണി കുറെ മുമ്പ് തുടങ്ങിയതാ, ഇത് ഇന്നും അത്രയും തുടങ്ങിയല്ല. ഉമ്മത്തിനെ നശിപ്പിക്കണ പണി. ഇത് തമാശ പറയല്ല, ഇത് കുടുങ്ങിയിട്ട് പറയാ. റമദാനിൽ 12 ദിവസം കോഴിക്കോട്ടെ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പത് പറയേണ്ടി വന്ന കുടുങ്ങിയിട്ടാണ്, പാറ്റ കുടുങ്ങിയിട്ടാണ്. ഇത് തമാശയാ. എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? ഒന്നിരിക്കൽ
എങ്ങനെയാണെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ നോമ്പ് ഫസാദാക്കാൻ നിങ്ങൾ തീരുമാനിച്ചടാ. കാരണം എല്ലാ നാട്ടിലും ഇവിടെ എങ്ങാനും ഇവരെ ഭാഗാസ്പദിക്കുന്ന ഏതെങ്കിലും നോമ്പുകാരനുണ്ടെങ്കിൽ ദിവസേന നോമ്പ് ബാത്തിലാക്കുക. ഒന്നിരിക്കൽ 2 മിനിറ്റ് മുമ്പ് നോമ്പ്, അല്ലെങ്കിൽ 2 മിനിറ്റ് ശേഷം. എങ്ങനെയാ പരിപാടി? ഇങ്ങനെയാ 2 മിനിറ്റ് മുമ്പ് നോമ്പ് തുറക്കുക, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോമ്പ് തുടങ്ങുക. അങ്ങനെയാണ്. ഒക്കെ അതിന്റെ കണക്ക് തന്നെയാണ്. 2 മിനിറ്റ് മുമ്പല്ലേ തുടങ്ങേണ്ടത്? അങ്ങനെയല്ല, ഒക്കെ ഫസാദുമല്ല തുടങ്ങണത്. നാശാക്കന്നെ. ഇത് ചിന്തിക്കണം മുസ്ലിമീങ്ങളെ, ഇത് വളരെ ഗൗരവമായി ആലോചിക്കണം. താരിക്കഞ്ഞി കുടിക്കുന്നതിൽ യോജിക്കലല്ല മുസ്ലിം ഐക്യം എന്ന് പറയുന്നത്. മുസ്ലിം ഐക്യം അള്ളാഹുവിന്റെ മഹാന്മാരായ ഖാലിമാർ, ഇവിടെ ഖാലിമാരുടെ അഭിപ്രായം അള്ളാന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞല്ലോ. അള്ളാന്റെ അഭിപ്രായമാണ് ഖാലിമാരുടെ അഭിപ്രായം. പിന്നെ അവരും അള്ളയും തമ്മിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പലിശയുമായി ഞാൻ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ കയറിയ അരിമ്പറ ബസ്സിൽ പലിശക്ക് വാങ്ങിയതോ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് നടക്കൂല. ഞാൻ ചായപ്പീടിയേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോയി, എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടണം. ഈ ചായ ഗ്ലാസ്സിൽ പലിശ കൂട്ടിയിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യം. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ മെനക്കെടുമ്പോഴത്തിന് ഇന്ന് രാവിലെ ചായ കുടിക്കാൻ മെനക്കെട്ടാൽ വൈകുന്നേരം ആയാലും ചായ വയറ്റിലേക്ക് എത്തൂല. അങ്ങനെയാ ലോകം. അതൊക്കെ മനുഷ്യനൊരു കണക്കുണ്ട്, ബാക്കിയൊക്കെ അള്ളാഹുവിൽ വിടുക. ഇതതിന്റെ കണക്ക്. കാളിയന്മാർക്ക് പേച്ച നിനക്കെന്താ നഷ്ടം? നിനക്കെന്താ നഷ്ടം? കാളിയന്മാർക്ക് പേച്ച നിനക്കെന്താ നഷ്ടം? കാളിയന്മാർക്ക് പേച്ച് നോക്കണമെന്ന് വല്ല കണക്കുണ്ടോ? കാളിയെ തീരുമാനിക്കണം. കാളി ആദിലാകണം, ഫാജിറാവാതിരിക്കണം. ഫാസിഖാവനോട് കൂടെ കാളിയുടെ ഖലാഇന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഫിഖ്ഹിന്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കണ്ണൂരിലെ ഹാഷിം തങ്ങൾ കേരളം അംഗീകരിക്കുന്ന മഹാനായ നേതാവാണ്. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ടവരാ, അല്ലാതെ സമസ്ത കമ്മിറ്റി അല്ല ഉറപ്പിച്ചത്. മാസം ഉറപ്പിക്കാനുള്ള കമ്മിറ്റി അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആവശ്യമില്ലാതെ മാസം നാശാക്കണോരെ മര്യാദ പഠിപ്പിക്കാനുള്ള കമ്മിറ്റിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ടവർ വേദിയിൽ വെച്ചുകൊണ്ട് വളരെ ആധികാരികമായി ഞാൻ ഈ വാക്കുകൾ പറയുകയാണ്. ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞത് വൽ മുഅ്തമിദു അലൽ ഹിസാബി ഫിൽ ഹിലാൽ, കേവലം ഹിലാലിനെ മാത്രം ആശ്രയിക്കുക. കാണൂല എന്ന് പറയാ, കണ്ടാലും മേപ്പെട്ട് നോക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അവൻ മുബ്തദിയാണ്, അവൻ പിഴച്ചോനാണ് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ വർഷങ്ങളായി ഇവർ മുബ്തദിയങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും മാസപ്പിറവി വിവാദത്തിൽ ഒരു ഉപകാരം ഉണ്ടായി. ആരാണ് മുബ്തദിയങ്ങൾ? ഇബ്നു തൈമിയ്യയുടെ ഭാഷയിൽ മുബ്തദിയങ്ങൾ ആരാണ് എന്ന് തീരുമാനിക്കാൻ കേരള മുസ്ലിം ഉമ്മത്തിന് ഇതാ ഭാഗ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഖാലിമാരുടെയും ദീനിന്റെ ആരിഫീങ്ങളായ മഹാന്മാരായ സദാത്യങ്ങളുടെയും ബഹുമാനപ്പെട്ട ദീനിന്റെ നിറകുടങ്ങളായ സയ്യിദന്മാരുടെയും പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെയും കീഴിൽ ഉമ്മണി വലിയ ആളാകാൻ മെനക്കെടുക്കുകയല്ല, മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകുന്ന ആ പാണക്കാട്ടെ മഹത്തായ ദീപ്തമായ കുടുംബത്തിന്റെ പിന്നിലും ഉറച്ചു നിൽക്കണമെന്ന് എന്റെ ആത്മാവിനോടും എല്ലാവരോടും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമയം താമസിച്ചു. ഇനി ഒരു വിശദീകരണത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.